വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തതുകൊണ്ട് അന്ത്യകാല ശാസ്ത്രമോ അല്ലെങ്കിൽ അതിനനുബന്ധമായ വിഷയങ്ങളോ ആണെന്ന് കരുതരുത്. അതിലുപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിച്ച ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗം ഇതാണ്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. റോമൻ പീഡാകാലത്ത് ഡൊമേഷ്യനാൽ നാടുകടത്തപ്പെട്ട് പത്മോസിൻ്റെ ഖനിഗർഭങ്ങൾ നിറഞ്ഞ ഏകാന്തതയുടെ നടുവിൽ നിരാശനായി തീരേണ്ട സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ പ്രാർത്ഥനാനിരതനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലന് കർത്തൃദിവസത്തിൽ ഇടമുറിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവഭക്തനുണ്ടായ ആത്മീക വെളിപ്പാടിൽ 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ തേജോമയനായ ക്രിസ്തു മാറത്ത് പൊൻകച്ച കെട്ടി വെള്ള നിലയെങ്കി ധരിച്ചുകൊണ്ട് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ പൊൻപാദങ്ങളോട് തൻ്റെ അരികിൽ കടന്നു വരുമ്പോൾ എന്ത് സംഭവിച്ചുവെന്നറിയാതെ മരിച്ചവനെ പോലെ രക്ഷകൻ്റെ കാൽപാദത്തിങ്കിൽ വീണ അരുമശിഷ്യൻ്റെ തോളത്തു തൊട്ട്, ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നു, ആകയാൽ നീ ഇനിയും ഭയപ്പെടേണ്ട. നീ എഴുതുക, ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതുമായിട്ടാണ് ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. നീ കണ്ട 7 നക്ഷത്രങ്ങളുടെയും 7 നിലവിളക്കുകളുടെയും മർമ്മം ഞാൻ വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ 1-ാമത്തെ പത്മോസിലെ 1-ാമത്തെ പ്രത്യക്ഷതയിൽ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ദൂത് നൽകുകയാണ്. അങ്ങനെ നൽകപ്പെട്ട ദൂതിൽ സർദീസിലെ സഭയ്ക്ക് നൽകപ്പെട്ട ദൂതിൻ്റെ പ്രാരംഭ ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തിയെ അറിയുന്ന ദൈവം, പ്രവൃത്തികളെ അറിയുന്ന ദൈവം. ഇന്ന് പകൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, മനുഷ്യൻ്റെ പ്രവൃത്തികളെ ദൈവം അറിയുന്നുണ്ട്. ഉലകത്തിൽ എന്ത് സംഭവിച്ചാലും തൻ്റെ ചാരക്കണ്ണുകൾ കൊണ്ടത് കാണുവാൻ കഴിയുമെന്ന് പറയുന്ന മഹാരാഷ്ട്രമാണ് അമേരിക്ക. എന്തിന് ഭൂമിയിലെ സംഭവിക്കുന്നത്? ആകാശത്തിൻ്റെ അനന്തതകളിൽ വിരാജിക്കുന്ന സൂര്യനിലും ചന്ദ്രനിലും ആകാശ സീമകൾക്കപ്പുറമുള്ളതായ ഗ്രഹങ്ങൾക്കുമുള്ളത് അകത്തുള്ളതെല്ലാം കാണുവാൻ തക്കവണ്ണം നാസ എന്ന വലിയ ശാസ്ത്രലോകത്തിരുന്നു കൊണ്ട് ബൈനോക്കുലറുകളിൽ കണ്ണുനൊട്ടുകൊണ്ട് ആകാശത്തിലേക്കും ഭൂമിയിലേക്കും അവൻ്റെ ചാരക്കണ്ണുകളെ വെച്ച് സകലതും കണ്ടെടുക്കുമെന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ബ്യൂറോ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ അഹങ്കാരം മുഴക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക. എന്നാൽ ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ്, 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് 2001 സെപ്റ്റംബർ 11 രാവിലെ 8:45 മണിക്ക് അവരുടെ തന്നെ വിമാനങ്ങളിൽ അവരുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന ന്യൂയോർക്കിലെ ട്വിൻ ടവറിൽ വന്ന് ഇടിച്ചു തകരുമ്പോൾ അമേരിക്ക സ്തബ്ധരായി നോക്കിക്കൊണ്ട് നിൽക്കെ 15 മിനിറ്റിൻ്റെ ഇടവേളയിൽ അമേരിക്കയുടെ മറ്റൊരു വിമാനവും റാഞ്ചപ്പെട്ട് ട്വിൻ ടവറിലെ 2ാമത്തേതിനെയും തകർത്ത് കളഞ്ഞപ്പോൾ ലോകം അമേരിക്കയോട് ചോദിച്ചു, അമേരിക്കയെ, നീ സകല രാഷ്ട്രങ്ങളുടെയും സകല പ്രവൃത്തികളെയും അറിയുമെന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് നിനക്കിത് അറിയുവാൻ കഴിയാതിരുന്നത്? അമേരിക്കയ്ക്ക് പറയുവാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ പിമ്പിൽ ആരാണെന്ന് പോലും അറിയുവാൻ കഴിഞ്ഞില്ല. കാരണം പറന്നു വന്ന് ഇടിച്ചു തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് യാതൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏറെ നേരം കഴിയുന്നതിന് മുമ്പേ സൗദിയിലെ കോടിപതിയായി പിൽക്കാലത്തെ ഇസ്ലാമിക ഭീകരവാദത്തിന് കടിഞ്ഞാൺ പിടിച്ച ഒസാമ ബിൻ ലാദനും തൻ്റെ സംഘടനയായ അൽ ഖ്വായിദയും എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളാണ് നിൻ്റെ ഇരട്ട ഗോപുരങ്ങൾ, ആകാശ ചുംബികളായിരുന്ന ഇരട്ട ഗോപുരങ്ങൾ തകർത്തത്. അപ്പോഴാണ് ലോകമറിഞ്ഞത് ഇങ്ങനെയൊരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നെന്ന്. അമേരിക്കയുടെ വീരഗാഥകളൊന്നും അവിടെയും അവസാനിച്ചില്ല. എന്തിന് 2 ദശാബ്ദങ്ങൾക്ക് മുമ്പല്ല, 1941 നാം തിരിഞ്ഞുപോയി കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് അമേരിക്കൻ നാവികസേന തമ്പടിച്ചിരുന്ന പേൾ ഹാർബർ അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ടോ. പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്കയുടെ നെഞ്ചത്തേറ്റ പ്രഹരമായിരുന്നു. ബ്രിട്ടന് നൽകിയിരുന്ന പിന്തുണയ്ക്ക് ഇങ്ങനെയൊരു ആഘാതമുണ്ടാകുമെന്ന് അവരറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ലോകത്തിൻ്റെ സാങ്കേതികത്വം കൊണ്ടോ ലോകത്തിൻ്റെ സാമ്പത്തികം കൊണ്ടോ ലോകത്തിൻ്റെ ശാസ്ത്രം കൊണ്ടോ ഞങ്ങൾക്ക് എല്ലാം അറിയുവാൻ കഴിയുമെന്ന് അവകാശം പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുൻപാകെ അവരുടെ മൂക്കിൻ്റെ മുകളിൽ, അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ സംഭവങ്ങൾ നടമാടുമ്പോൾ അവർ പറഞ്ഞു, സാധിച്ചില്ല, ഞങ്ങൾക്കറിയുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമീപ സംസ്ഥാനമായ
തമിഴ്നാടിൻ്റെ തലസ്ഥാനത്തിന് അരികെയുള്ള ശ്രീപെരുമ്പതൂരിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പൊതുജനത്തെ അഭിവാദ്യം ചെയ്യുവാൻ തക്കവണ്ണ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകമ്പനങ്ങളെ ഉദ്ഘോഷിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒരു പൂച്ചെണ്ടും പൂമാലയുമായി തൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അത് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. തൻ്റെ ചുറ്റും വളഞ്ഞു നിന്നതായ കരിമ്പൂച്ചകൾക്കും ഒന്നും ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ പൂച്ചെണ്ടും പൂമാലയുമായി കടന്നു വന്ന പെൺകുട്ടി ആ ഹാരമണിയിക്കുന്നതിനോടനുബന്ധമായി പൊട്ടിച്ചിതറുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാംസ കഷണങ്ങളായി ചിതറിത്തെറിക്കുമ്പോൾ ലോകം ഇന്ത്യയോട് ചോദിച്ചോ, നിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കോ നിന്റെ ചാര കണ്ണുകൾക്കോ നിന്റെ ഇൻ്റലിജൻസിനും അറിയാത്ത പ്രവർത്തികൾ നിന്റെ രാജ്യത്തിൻ്റെ താഴെ നടക്കുകയാണോ? അവനൊന്നും പറയാൻ മറുപടിയില്ലായിരുന്നോ? അതുമാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അപ്പോഴും വേദന തിങ്ങി. ഈ പ്രധാനമന്ത്രിയുടെ മാതാവായിരുന്ന ഇന്ദിരാഗാന്ധി തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ തനിക്ക് അംഗരക്ഷകനായി ഇരിക്കേണ്ടവൻ തന്നെ തോക്ക് തനിക്കെതിരെ ചൂണ്ടി ചങ്കത്ത് നിറയൊഴിക്കുമ്പോൾ അപ്പോഴും ലോകം ചോദിച്ചോ, സ്വന്തം അനുചരന്മാർ സ്വന്തം സംരക്ഷകരുടെ പ്രവർത്തികളെ പോലും അറിയുവാൻ മനുഷ്യന് കഴിയുന്നില്ലേ? ഞാനിങ്ങനെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നെന്ന് അഹമ്മദിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിയുടെ മുൻപാകെ അവനൊന്നും അറിയുന്നില്ല എന്ന് തെളിയിക്കത്തക്ക എത്രയോ സംഭവങ്ങൾ നിരനിരയായി ഇന്ന് രാത്രി പറയുവാനുണ്ട്. പക്ഷേ ഇന്ന് രാത്രിക്കാല രാഷ്ട്രീയവും ശാസ്ത്രവും പറയുവാനല്ല, രക്ഷകന്റെ മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാൻ, മനുഷ്യൻ്റെ അറിവുകേടും പറയുവാനല്ല, പകരം എൻ്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ തിരുവെഴുത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സംഭാഷിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ദൂതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് രാത്രി എനിക്ക് ദൈവജനത്തോട് ഈ ദേശത്തോട് വിളിച്ചു പറയുവാനുള്ളത് ഒന്നാണ്: ദൈവം നിന്റെ പ്രവർത്തികളെ അറിയുന്നുണ്ട്. ദൈവം നിന്റെ പ്രവർത്തികളെ അറിയുന്നുണ്ട്. ദൈവം നിന്റെ പ്രവർത്തികളെ അറിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ പാറ്റേൺ ലോക്കിനകത്ത്, നിങ്ങളുടെ മൊബൈലിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ അറിയുന്നില്ലായിരിക്കുക. അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങളുടെ വെബ് സെർച്ചിനകത്ത് സെർച്ച് എഞ്ചിൻ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങൾ പോലും അറിയുന്നില്ലായിരിക്കുക. ഒരു ഭർത്താവിൻ്റെ അവിഹിത സഞ്ചാരങ്ങളെക്കുറിച്ച് ജീവിത പങ്കാളിയുടെ മുൻപാകെ മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിന്റെ പ്രവർത്തികളെ അറിയുന്നുണ്ട്. ഈ രാത്രി എനിക്ക് ഈ ദേശത്തോട് നൽകുവാനുള്ള ഒന്നാമത്തെ സന്ദേശം ഇതാണ്: ദൈവം നിന്റെ പ്രവർത്തികളെ അറിയുന്നു. ദൈവം നിന്റെ പ്രവർത്തികളെ അറിയുന്നു. ആദിമ മനുഷ്യനായ ആദമും ഹൗവയോ ഏദനിൽ സന്തോഷമായി പാർക്കുന്ന നാളുകളിലൊന്നിൽ ആദമിൻ്റെ ഭാര്യ ഹൗവ ആദത്തെ വിട്ട് അകലത്തിലേക്ക് കടന്നുപോയി. അവിടെ കണ്ട ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ചാഞ്ഞു നിന്ന സർപ്പത്തിൻ്റെ വാക്കുകൾ കേട്ട് അവിടെയുള്ള പഴം കൊണ്ടുവന്ന് പറിച്ചു തിന്ന് അതിൻ്റെ പകുതി തൻ്റെ ഭർത്താവിനും കൊടുത്ത് ഇരുവരും തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട് ഭയപ്പാടോടുകൂടെ തോട്ടത്തിൽ അലഞ്ഞു തിരിയുമ്പോൾ സാധാരണ പോലെ സന്ധ്യയാകുന്ന വെയിലാറുന്ന സമയത്ത് തോട്ടത്തിൽ കാലൊച്ച കേട്ടു. എന്നും ആർത്തിയോടെ ആവേശത്തോടെ കേട്ടിരുന്ന കാലൊച്ച കേട്ട് ഭയപ്പാട് വന്ന ആദമും ഹൗവയോ രണ്ട് വൃക്ഷത്തിൻ്റെ മുമ്പിൽ ഒളിക്കുമ്പോൾ ആ കാലൊച്ചകൾക്കപ്പുറം അവരുടെ അരുമപിതാവിൻ്റെ ശബ്ദം കേട്ടോ: ആദാം, നീ എവിടെയാണ്? തോട്ടത്തിൻ്റെ മറവിൽ നിന്ന് ആദാം വിളിച്ചു പറഞ്ഞു: ഞാൻ ഇവിടൊക്കെ തന്നെയുണ്ട്, പക്ഷേ നഗ്നനാകെ കൊണ്ട് ഒളിച്ചിരിക്കുന്നു. ദൈവം അവനോട് ചോദിച്ചോ: ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? ഒരുപക്ഷെ അവർ അറിഞ്ഞില്ല, ദൈവം അതറിയുമെന്ന്. എന്നാൽ തോട്ടത്തിൻ്റെ വൃക്ഷത്തിൻ്റെ മറവുകൾക്ക്, തോട്ടത്തിൻ്റെ പച്ച നിറഞ്ഞ ഇലകൾക്ക് അവൻ്റെ പാപത്തെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ പാപത്തെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. വെയിലാറുന്ന വേളയിൽ ദൈവം അവൻ്റെ മുൻപാകെ വന്നു നിന്ന് ചോദിച്ചോ: ആദാം, നീ എന്താണ് ചിന്തിച്ചത്? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ നീ ചെയ്യുന്ന ലംഘനങ്ങൾ ഞാൻ അറിയത്തില്ലെന്ന് കരുതിയോ? ഇല്ല മനുഷ്യ, നിന്റെ ലംഘനങ്ങൾ എൻ്റെ മുൻപാകെ നഗ്നവും മലർന്നും കിടക്കുകയാണ്. ഈ രാത്രി ഏദെൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ആദത്തിൻ്റെ ദൈവം ഇന്ന് നിന്റെ മുൻപാകെ നിന്ന് പറയുകയാണ്: മനുഷ്യ, നിന്റെ ലംഘനങ്ങൾ എനിക്ക് മറവല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശമേ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, നിന്റെ ലംഘനങ്ങൾ ദൈവത്തിന് മറവല്ല. നിന്റെ ലംഘനങ്ങൾ ദൈവത്തിന് മറവല്ല. രാജ്യത്തിൻ്റെ നിയമത്തെയോ ലോകത്തിൻ്റെ കോടതിയെയോ സ്വന്തം കുടുംബത്തെയോ സഭയുടെ അധിപന്മാരെയോ പൗരോഹിത്യത്തെയോ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ മറയ്ക്കുവാൻ കഴിയത്തില്ല. ആദത്തിൻ്റെയും ഹൗവയുടെയും മുൻപാകെ നിന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുൻപാകെ ആദമും ഹൗവയോ നിന്നെതിരായി പോയി. എന്നാൽ അവൻ്റെ തലമുറകളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമെല്ലാം അറിയുന്നുവെന്നുള്ള ഉപബോധം, അറിവ് അവൻ്റെ ഉപബോധ മനസ്സിനെ ഭരിച്ചില്ല. സങ്കടകരമെന്ന് പറയട്ടെ, അവൻ്റെ മക്കളായിരിക്കുന്ന കയീനും
കയീനും ഹാബേലും ഈ യാഗങ്ങൾക്കും വഴിപാടുകൾക്ക് ശേഷമായിട്ട് ജീവിതത്തിൽ കയീന് ഹാബേലിനെതിരായി അസൂയയുണ്ടായി. അസൂയ നിറഞ്ഞ കയീൻ ഹാബേലിനെയും കൂട്ടി ഒരു ദിവസം ആളൊഴിഞ്ഞ വയലിലേക്ക് കടന്നുപോയി. കാണുവാൻ ആരുമില്ലാത്ത ഇടത്ത് അവൻ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. ആ സഹോദരന്റെ നിലവിളി കേൾക്കുവാൻ ആ ചുറ്റുവട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല. അവൻ എന്നെ കൊല്ലരുതേ എന്ന് നിലവിളിക്കുമ്പോൾ, ചേട്ടായി എന്നോടങ്ങനെ ചെയ്യരുതേ എന്ന് അവൻ ആർപ്പ് കരയുമ്പോൾ, അവൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾപ്പാൻ ആ ഗ്രാമത്തിൽ ആരുമുണ്ടായിരുന്നില്ല. ആ വേദനയുടെ നടുവിൽ അവൻ മരണവേദന പൂണ്ട് അവൻ അലറി കരഞ്ഞപ്പോൾ ആരും അത് അറിഞ്ഞില്ല. കയീൻ മണ്ണിനകത്ത് മറവ് ചെയ്തിട്ട് കയ്യും കഴുകി ഒന്നും അറിയാതെ അവൻ്റെ വീട്ടിൽ വന്നിരുന്ന ഏകാന്തതയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് കയീനോട് ചോദിച്ചോ, കയീൻ നിന്റെ സഹോദരൻ എവിടെയാണ്? ഒന്നും അറിയാത്തതുപോലെ കയീൻ ദൈവത്തോട് തിരികെ ചോദിച്ചോ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? എനിക്കതൊന്നും അറിയാൻ മേല. ദൈവം അതിനനന്തരം അവനോട് പറഞ്ഞു, നീ ചെയ്തത് എന്താണെന്ന് നിന്റെ വായ് കൊണ്ട് തന്നെ ഞാൻ പറയിക്കോ. കാരണം മനുഷ്യനും മാനവരാശിയോ ഗ്രാമങ്ങളും പട്ടണങ്ങളോ അവൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിലോ അവൻ്റെ രക്തം ഇന്നും ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ഞാൻ അറിയുന്നു, നിന്റെ സഹോദരനെ നീ ആ വയലിലിട്ട് കൊന്നുകളഞ്ഞോ. മനുഷ്യന്റെ മുൻപാകെ നീ അത് മറച്ചോ, പക്ഷേ എന്റെ കണ്ണിനത് മറവല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മനുഷ്യ, നിന്റെ പ്രവർത്തികൾ കാണുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ പ്രവർത്തികൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇരുട്ടിന്റെ മറവിൽ ചെയ്തു കൂട്ടിയതായിരുന്നാലോ, ഉയർന്ന മതിലിന്റെ മറവിൽ ചെയ്തു കൂട്ടിയതായിരുന്നാലോ, സംഘടനയുടെ പിൻബലത്തിൽ ചെയ്തു കൂട്ടിയതായിരുന്നാലോ, രാഷ്ട്രീയത്തിന്റെ വൻമതിലിനകത്ത് ചെയ്തു കൂട്ടിയതായിരുന്നാലോ, നിന്റെ പാപങ്ങൾ സമ്പത്ത് കൊണ്ട് മറച്ചു വെക്കാമെന്ന് ചിന്തിച്ചാലോ, നിന്റെ അകർത്യങ്ങൾ നിന്റെ കുടുംബ പാരമ്പര്യത്തിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കാമെന്ന് ചിന്തിച്ചാലോ സാധ്യമല്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവ. ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറഞ്ഞു. ജ്ഞാനിയായ ശലോമോന്റെ പുസ്തകത്തിന്റെ അവസാന താളുകളിലേക്ക് കടന്നു വരുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, ദൈവമോ നല്ലതും തീയതുമായ സകല പ്രവൃത്തിയോ അതിൻ്റെ സകല രഹസ്യങ്ങളുമായി തൻ്റെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തോ. ഈ രാത്രി എൻ്റെ ദേശമേ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യന്റെ സകല പ്രവർത്തികളെയോ അതിന്റെ സകല രഹസ്യങ്ങളോടും കൂടെ ദൈവം തന്റെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തോ. പരസ്യവും രഹസ്യവുമായ സകലതിനെയും ദൈവം തന്റെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തോ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിളിച്ചു പറഞ്ഞു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലോ തീയതാകിലോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എത്തിച്ചേരുന്ന ഒരു ദിവസമുണ്ട്. നാം അവിടെ വെളിപ്പെടേണ്ട ഒരു ദിവസമുണ്ട്. സഹോദരങ്ങളെ, മനുഷ്യന്റെ മുമ്പിൽ മറച്ചുവാൻ കഴിഞ്ഞേക്കാ, ലോകത്തിന്റെ മുമ്പിൽ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാ, ജീവിത പങ്കാളിയുടെ മുൻപാകെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാ, മാതാപിതാക്കളുടെ മുൻപാകെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാ, പൗരോഹിത്യത്തിന്റെ മുൻപാകെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാ, സമൂഹത്തിന്റെ മുൻപാകെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാ. പക്ഷേ മറയ്ക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ സന്നിധാനം, മറയ്ക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ കണ്ണുകൾ ഇന്ന് എനിക്കും നിങ്ങൾക്കും മീതെ കത്തി ജ്വലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. ഭക്തനായിരിക്കുന്ന ഇയ്യോബ് ഇതൊരു ഭാഗം പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 34 അതിൻ്റെ ഒരു 5 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചാലേ നമുക്കതിൻ്റെ ആഴമറിയാൻ കഴിയത്തുള്ളൂ. ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇയ്യോബ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേൽ ഇരിക്കുന്നു. എന്നിട്ട് രണ്ടാമതായി പറയുകയാണ്, അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ഒരു മനുഷ്യന്റെ വഴിയും അവന്റെ നടപ്പും ദൈവത്തിന് കാണുവാൻ കഴിയുക. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല അന്ധതമസുമില്ല. എന്താണ് പറയുന്നത്? ദുഷ്പ്രവർത്തിക്കാരന് മനുഷ്യന്റെ മുമ്പാകെ ഒളിക്കേണ്ടതിന് ഇരുട്ടും അന്ധതമസുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപാകെ രാത്രിയും പകലുമില്ല.
ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപാകെ രാത്രിയും പകലുമില്ല. ദൈവ സൃഷ്ടിയായ മൃഗങ്ങളിൽ ചിലതിനെ നോക്കിയിട്ട് നാം പറയോ രാത്രിയിലാണ് അതിന് കണ്ണു കാണുവാൻ കഴിയുന്നതെന്ന്. ദൈവത്തിന്റെ സൃഷ്ടിയായ മൃഗങ്ങൾക്ക്, ദൈവത്തിന്റെ സൃഷ്ടിയായ മൂങ്ങയ്ക്ക്, ദൈവത്തിന്റെ സൃഷ്ടിയായ കാട്ടുമൃഗങ്ങൾക്ക് രാത്രിയിൽ ഇരുട്ടിന്റെ നടുവിൽ അവരുടെ കണ്ണുകൾ തിളങ്ങി കാണുവാൻ കഴിയുമെങ്കിൽ അവയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപാകെ ഇരുട്ടുകൊണ്ട് പ്രവൃത്തി മായ്ക്കുവാൻ കഴിയുമോ? ഇല്ല. ദുഷ്പ്രവർത്തിക്കാരാ, ഇരുട്ടും അന്ധതമസും നിന്റെ പ്രവർത്തികളെ മറയ്ക്കുകയില്ല. എന്നിട്ട് യോബ് നിർത്തുകയില്ല. യോബ് അടുത്തതായി അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടി വെപ്പാൻ ആവശ്യമില്ലെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു കാര്യത്തെ കുറച്ചും കൂടെ സെർച്ച് ചെയ്യാൻ നമ്മൾ സർവൈലൻസ് വെക്കോ, നമ്മളവിടെ ഒരു ക്യാമറ വെക്കോ. അവിടെ പറയുകയാണ്, ദൈവത്തിനൊരു സ്പെഷ്യൽ ക്യാമറ വെക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അവിടെ ഒരു സ്പെഷ്യൽ ബൈനോക്കുലർ വെക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് വ്യക്തമായിട്ടാണ് പറയുന്നത്? അധികം ദൃഷ്ടി വെപ്പാനൊന്നും ആവശ്യമില്ല. ഒരു കൂടിയ മെഗാ പിക്സലിന്റെ പുതിയൊരു ക്യാമറ അവിടെ ദൈവത്തിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ പ്രവർത്തികളെ ആരായുവാൻ, എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ, നിന്റെ രഹസ്യങ്ങളെ ആരായുവാൻ ദൈവത്തിനൊരു പുതിയ ക്യാമറയുടെ ആവശ്യമില്ല. പുതിയതായി ഒന്ന് ദൈവത്തിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്തോത്ര. ഈ കേരളത്തിൽ വാഹന അപകടങ്ങൾ പെരുകുമ്പോൾ സ്തോത്രം ഗതാഗത വകുപ്പ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് പുതിയ 1000 ക്യാമറ, പുതിയ 100 ക്യാമറ ഹൈവേകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ ഇതിനെ മുൻകൂട്ടി കണ്ട് യോബ് പറയുക, എൻ്റെ ദൈവത്തിന് വഴിത്തലയ്ക്കൽ പുതിയ ക്യാമറകൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്നേ ദൈവം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനടുത്തതായി 24-ാം വാക്യത്തിൽ പറയുകയാണ്, വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു എന്ന് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിന് പിന്നെ കോടതി കൊണ്ടു നിർത്തി അവൻ്റെ കള്ളം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് വിചാരണ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഒരു കുറ്റവാളിയെ കൊണ്ടുവന്ന് വിചാരണ കോടതിയിൽ നിർത്തി, എടാ അത് സത്യമാണോ, എടാ അതിൻ്റെ സാഹചര്യം ഇങ്ങനെയല്ലേ, ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവം എല്ലാറ്റിൻ്റെയും ദൃക്സാക്ഷിയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, മനുഷ്യൻ്റെ പാപങ്ങളും മനുഷ്യൻ്റെ അകർത്യങ്ങളോ അവന് നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് അവന് വിചാരണ കോടതി കള്ളസാക്ഷികളെ നിർത്തി ഒരുപക്ഷെ വാദിച്ച് ജയിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിനൊരു വിചാരണ കോടതിയുടെ ആവശ്യമില്ല. കാരണം ദൈവം അതിന്റെ ദൃക്സാക്ഷിയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ജഡ്ജി തന്നെ ദൃക്സാക്ഷിയായിരുന്നാൽ ജഡ്ജിക്ക് പിന്നൊരു സാക്ഷിയുടെ ആവശ്യമുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ന്യായാധിപൻ അവൻ സകലത്തിന്റെയും ദൃക്സാക്ഷിയാണ്. അവൻ മറ്റൊരു സാക്ഷിയെ മുൻനിർത്തി അല്ല വിധിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണുകൾ സാക്ഷിയാണ്. അതാണ് സർദീസിലെ സഭയോട് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. ഇന്ന് രാത്രി ഭയപ്പെടണം സ്നേഹിത, ഇന്ന് രാത്രി ഭയപ്പെടണം സ്നേഹിത. നിന്റെ പ്രവർത്തികളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രവർത്തികളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവനിഷേധമായത് നീ ചെയ്യുമ്പോൾ, രാജ്യദ്രോഹമായത് നീ ചെയ്യുമ്പോൾ, കുടുംബത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, ദൈവമാർഗത്തോട് നിഷേധം ചെയ്യുമ്പോൾ, പാപത്തെ പച്ചവെള്ളം പോലെ കോരിക്കുടിക്കുമ്പോൾ നീ അറിയണോ, ദൈവം അതിന് ദൃക്സാക്ഷിയാണ്. നീ വിചാരണ കോടതിയിൽ ന്യായം നിരത്താൻ നിനക്കൊരു അവസരം ലഭിക്കത്തില്ല. നീ കള്ളം കൊണ്ടോ ഭോഷ്കു കൊണ്ടോ അതിനെ മറയ്ക്കാൻ നിനക്കൊരു അവസരം കിട്ടത്തില്ല. കാരണം ദൃക്സാക്ഷി തന്നെ, ന്യായാധിപൻ തന്നെ ദൃക്സാക്ഷിയാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ന്യായാധിപൻ ദൃക്സാക്ഷിയാണ്. എന്നിട്ട് അടുത്തതായി യോബ് അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തി അറിയുന്നു. എങ്ങനെ? അതാണ് മുകളിൽ നാം വായിച്ചത്. ദൈവത്തിനൊരു എക്സ്ട്രാ ക്യാമറയുടെ ആവശ്യമില്ല. ദൈവം ഓരോന്നിനും ദൃക്സാക്ഷിയായി ഇരുന്നു കൊണ്ട് ദൃക്സാക്ഷിയായ ന്യായാധിപൻ പറയുകയാണ്, അങ്ങനെ ഞാൻ അവരുടെ പ്രവർത്തികളെ അറിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, ഒരുപക്ഷേ അയൽപക്ക ഭവനങ്ങളിലോ അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ എവിടെയെങ്കിലോ ഇരുന്നായിരിക്കുക അവിചാരിതമായി നിങ്ങളിത് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിച്ചിട്ട് പോകുക, നാളുകൾ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരിക്കൽ അവിചാരിതമായിട്ടായിരിക്കുക നിങ്ങൾ ഈ സ്ട്രീംഡ് വോയിസ് കേൾക്കുന്നത്. എന്നാൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിന്റെ പ്രവർത്തികളെ മനുഷ്യന്റെ മുമ്പാകെ മറയ്ക്കാൻ കഴിയോ?
നിന്റെ പ്രവർത്തികളെ കുടുംബത്തിന്റെ മുമ്പാകെ മറയ്ക്കാൻ കഴിയോ? പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിന്നോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തിയെ ദൈവം അറിയുന്നു. നിന്റെ പ്രവൃത്തിയെ ദൈവം അറിയുന്നു. നിന്റെ പ്രവൃത്തിയെ ദൈവം അറിയുന്നു. ആകയാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണോ? അവൻ്റെ പ്രവൃത്തികളെ ദൈവം അറിയുന്നു. ആകയാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങളുടെ നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തികളെയോ ദൈവം അറിയുന്നുണ്ട്. ഇനിയും ഒരു വിചാരണ കോടതിയിൽ നിന്ന് ന്യായം പറയാൻ അവസരം കിട്ടത്തില്ല. ആകയാൽ അവിടെ ഒരു അവസരം ദൈവം തരികയാണ്. നീ നിന്റെ പ്രവൃത്തികളെ ഏറ്റുപറയുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തികളെ അറിയുന്ന കർത്താവ് പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾ എത്ര രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലോ ഇന്ന് രാത്രി കർത്താവ് ഒരു അവസരം തരികയാണ്. അവൻ മനുഷ്യന്റെ പാപങ്ങൾക്കൊത്തവണ്ണോ അവനോട് പകരം ചെയ്യുന്നില്ല. അവന്റെ അകൃത്യങ്ങൾക്കൊത്തവണ്ണോ അവനോട് ചോദിക്കുന്നില്ല. നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലോ കാർമുകിൽ പോലെ കറുത്തതായിരുന്നാലോ ഈ രാത്രി സ്വർഗം നിന്നോട് പറയുകയാണ്, നിനക്കൊരവസരം ദൈവം തരികയാണ്. നീ മാനസാന്തരത്തിനായി അവയെ ഒന്ന് ഏറ്റുപറയുമോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗം ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പറയുകയാണ്, നാം പാപമില്ല എന്ന് നമ്മെ തന്നെ പറയുന്നുവെങ്കിൽ, ന്യായീകരിക്കുന്നുവെങ്കിൽ നാം നമ്മെ വഞ്ചിക്കുകയാണ്. എന്നാൽ നാമോ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. ഈ രാത്രി ഞാൻ പാപം ചെയ്തിട്ടില്ലെന്നോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നോ ന്യായം പറഞ്ഞ് ഒളിക്കാൻ നോക്കരുതേ. ഈ രാത്രി ദൈവം നിനക്കൊരവസരം തരികയാണ്. ജീവിതത്തിൽ എവിടെയാണ് വീഴ്ച പറ്റിയത്? യൗവനത്തിലോ കൗമാരത്തിലോ ബാല്യത്തിലോ ജീവിതത്തിൽ എവിടെ സംഭവിച്ചതായിരുന്നാലും ഈ രാത്രി വിശ്വാസത്തോടെ രക്ഷകന്റെ പാദത്തിങ്കൽ ഏറ്റുപറയുക. അവൻ നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ ശക്തനാണ്. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശുവെന്ന് പേർ വിളിച്ചു. ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു, അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. ന്യായപ്രമാണത്തിന് നീതീകരിപ്പാൻ കഴിയാതിരുന്ന മാനവരാശിയെ നീതീകരിക്കേണ്ടതിന് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മശിഹ കാൽവറിയുടെ ഗിരിമുകളിൽ 3 ആണിമേൽ 2 കള്ളന്മാരുടെ നടുവിൽ മരക്കുരിശിന്മേൽ തൂങ്ങി മരിച്ച് അവസാനത്തെ തുള്ളി രക്തം വരെയോ ഒഴുക്കി തരുമ്പോൾ പറഞ്ഞതിതാണ്, നിന്റെ പാപങ്ങളെ ഞാൻ മോചിച്ചു തരാം. അതുകൊണ്ടാണ് കാൽവറിയിലേക്ക് കടന്നുപോയ യേശുവിനെ കണ്ട അരിമശിഷ്യനായ പത്രോസ് പിൽക്കാലത്ത് ലോകത്തിന് എഴുതി വെച്ചു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇന്ന് രാത്രി നിന്റെ പാപങ്ങൾ ഏതായിരുന്നാലോ, താങ്കളുടെ അകൃത്യങ്ങൾ ഏതായിരുന്നാലോ, താങ്കളുടെ ദോഷങ്ങൾ ഏതായിരുന്നാലോ, ഈ രാത്രി യേശുവിങ്കലേക്ക് കൺകൾ ഉയർത്ത് യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ ഒന്ന് ഏറ്റുപറയുവാൻ കഴിയുമോ? യേശു കർത്താവ് ഇതിനെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാകുവാൻ ഒരു ഉപമ പറഞ്ഞു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ ഒരിക്കൽ അപ്പൻ്റെ അടുക്കൽ തനിക്ക് വരേണ്ടുന്ന പങ്കൊക്കെ വാങ്ങി അപ്പനെ വിട്ട് ദൂരവേ പോയി ദുർനടപ്പുകാരനായി ജീവിച്ച് ഏറെക്കാലം കഴിഞ്ഞു. എന്നാൽ ഒരു നാളിൽ അവൻ്റെ കഷ്ടാരിഷ്ടതയുടെ രാത്രിയിൽ അവനുണ്ട് ഉപബോധ മനസ്സിലുണ്ടായ തിരിച്ചുവരവിൻ്റെ വിളിയിൽ അവൻ ഓടി വന്നു. അവൻ അപ്പൻ്റെ മുമ്പാകെ നിന്ന് ഉറക്കെ പറഞ്ഞു, അപ്പോ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു. അവൻ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തു. ചെയ്തില്ല എന്നവൻ ന്യായീകരിച്ചില്ല. ചെയ്തത് ഇന്നാരൊക്കെ പ്രേരിപ്പിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞില്ല. ഞാൻ ചെയ്തു. സമ്മതിക്കേണ്ടത് അവൻ സമ്മതിച്ചോ. അവന്റെ വാക്കിന്റെ മുമ്പാകെ അപ്പന്റെ വിരലിൽ നിന്ന് മോതിരമൂരി അവന്റെ മേൽ ഇടിയിച്ചു. അവന്റെ ജരാനരകളെ മുഴുവൻ വടിച്ചു കളഞ്ഞു. അവനെ പുതിയ ചെരുപ്പിടിപ്പിച്ചു. അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ മകനായി കൈക്കൊണ്ടു. ഈ രാത്രി ഏറ്റുപറയുമെങ്കിൽ, പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ, ഈ രാത്രി കാൽവറിയിലെ രക്തം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുകയാണ്. ഈ രാത്രി അകൃത്യങ്ങളെ ഏറ്റുപറയുമെങ്കിൽ കാൽവറിയുടെ വിശുദ്ധി
ഈ രാത്രി നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു വിശുദ്ധനാണ്, അവന്റെ രക്തം വിശുദ്ധമാണ്. അത് നമ്മളെ, അത് എന്നെയും നിങ്ങളെയോ വിശുദ്ധീകരിക്കുന്നതാ. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടാതിരിക്കുമ്പോൾ യേശു ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? അവൻ മുഖാന്തരം നാം നീതീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി. ഈ രാത്രി ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, അവിടെ അപ്പോസ്തല പ്രവൃത്തി 19:18 പറഞ്ഞു, അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു പ്രവർത്തികൾ? പാപത്തിന്റെ ഒത്തിരി പ്രവർത്തികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് 19-ാം വാക്യത്തിൽ പറഞ്ഞത്, ക്ഷുദ്ര പ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു, എല്ലാവരും കാൺക ചുട്ടുകളഞ്ഞു. ഇന്ന് രാത്രി ഏത് പാപവുമാകട്ടെ, മന്ത്രവാദത്തിന്റെ പിന്നാലെ പോയ പാപമാകട്ടെ, അനാചാരത്തിന്റെ പിന്നാലെ പോയ പാപമാകട്ടെ, ദൈവമല്ലാത്തവയുടെ പിന്നാലെ പോയ പാപമാകട്ടെ, ഞാൻ പാപത്തെ എണ്ണി പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു ഒറ്റ വാക്ക് പറയാ, ദൈവപുത്രനായ യേശുവിന്റെ രക്തത്തിന് ക്ഷമിപ്പാൻ കഴിയാത്ത, ശുദ്ധീകരിപ്പാൻ കഴിയാത്ത ഒരൊറ്റ പാപവും ഇന്ന് ലോകത്തില്ല. ഇന്ന് ലോകത്തില്ല. ലോകത്തിലെ ഏത് പാപവും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടും. ലോകത്തിലെ ഏത് പാപവും. ആകയാൽ പ്രവർത്തികളെ അറിയുന്ന കർത്താവിൻ്റെ മുമ്പാകെ പാപങ്ങളെ, പ്രവർത്തികളെ, ദുഷ്പ്രവർത്തികളെ ഏറ്റുപറയുക. അങ്ങനെ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടണം. അങ്ങനെ അവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവന് ലഭിക്കുന്നത് നീതീകരണമാണ്. അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവ് പ്രാപിക്കുകയാണ്. പക്ഷേ ആ ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവ് പ്രാപിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന പാപികളെയൊക്കെയും യേശു നീതീകരിച്ചു കഴിയുമ്പോൾ, യേശു അവർ തിരികെ പോകുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ഒരിക്കലൊരു രോഗിയെ സൗഖ്യമാക്കി അവൻ മടങ്ങിപ്പോകുമ്പോൾ യേശു അവനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലാൽ നിന്റെ പ്രവർത്തികളെ സൂക്ഷിച്ചു കൊള്ളണം. ഒരിക്കൽ യേശു ഒരു ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ഒരു പുരുഷാരം ആർത്തലച്ചു വരികയാണ്. യേശു തല ഉയർത്തി നോക്കിയില്ല. പുരുഷാരം വട്ടം കൂടി നടുവിലൊരു സ്ത്രീ ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവളെ കൊല്ലുവാൻ മനുഷ്യൻ ആക്രാന്തം കൊണ്ട് നിൽക്കുമ്പോൾ യേശു ജനത്തെ പറഞ്ഞയച്ചു. അവസാനം ആ സ്ത്രീയും യേശുവും മാത്രം ശേഷിക്കുമ്പോൾ യേശു അവളോട് ഒടുവിലായി സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞു, നോക്കൂ, ഇനിയും നീ പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പക്ഷേ നിന്റെ പ്രവർത്തികളിൽ ഒരു വഴിത്തിരിവുണ്ടാകണം. ഈ രാത്രി എത്ര പേർ പറയാ, ഈ രാത്രി എൻ്റെ പ്രവർത്തികളുടെ ഒരു വഴിത്തിരിവിൻ്റെ രാത്രിയാ. കഴിഞ്ഞ രാത്രി വരെ നീ മദ്യപാനിയായിരിക്കുക, കഴിഞ്ഞ രാത്രി വരെ നീ ഒരു കലഹക്കാരനായിരിക്കുക, കഴിഞ്ഞ രാത്രി വരെ നീ ഒരു മന്ത്രവാദിയായിരിക്കുക, കഴിഞ്ഞ രാത്രി വരെ നീ ഒരു ക്ഷുദ്രക്കാരനായിരിക്കുക, കഴിഞ്ഞ രാത്രി വരെ നീ ഒരു കൊലപാതകയായിരിക്കുക. പക്ഷേ ഈ രാത്രി യേശു നിനക്കൊരു അവസരം തരികയാണ് നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ഈ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ രാത്രി ഞങ്ങൾ അലറിക്കുവി നിങ്ങളോട് പറയുകയാണ്, യേശു നിങ്ങൾക്കൊരു അവസരം തരികയാണ് പാപവഴികളെ വിട്ടു മാനസാന്തരപ്പെടുവാൻ. അതുകൊണ്ട് അതാണ് സുവിശേഷം എന്താണ്? സുവിശേഷം ഒരുത്തനെ തോക്കെടുക്കാൻ പഠിപ്പിക്കുന്നതല്ല. സുവിശേഷം ഒരിക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണയിരിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല. സുവിശേഷം ഒരിക്കലോ കളക്ടറേറ്റ് ഉപരോധിക്കാൻ പഠിപ്പിക്കുന്നതല്ല. സുവിശേഷം ഒരിക്കലോ രാജ്ഭവൻ വളയാൻ പഠിപ്പിക്കുന്നതല്ല. പകരം സുവിശേഷമോ അത് പാപത്തിന്റെ പ്രവർത്തികളെ വിട്ടൊഴിയാൻ പഠിപ്പിക്കുന്നതാണ്. ഭാരതത്തിൻ്റെയോ ലോകത്തിൻ്റെയോ കേരളത്തിൻ്റെയോ ചരിത്രത്തിൽ ഇന്ന് വരെ അഭിഷക്തന്മാർ, ദൈവമക്കൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ ഇരുന്നിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു കളക്ടറേറ്റിൽ സമരം നടത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിൽ പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം സുവിശേഷം പിക്കറ്റിങ്ങിന്റെ മാർഗമല്ല, സുവിശേഷം ധർണയുടെ മാർഗമല്ല, സുവിശേഷം കൊടി പിടിച്ച് കല്ലെറിയുന്ന ഭാഗമല്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എത്രയോ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തി. എവിടെയെങ്കിലും കണ്ണീർവാതകം ഉപയോഗിക്കേണ്ടി വന്നോ? എവിടെയെങ്കിലും ജലപീരങ്കി ഉപയോഗിക്കേണ്ടി വന്നോ?
ഈ എവിടെയെങ്കിലും ലാത്തി ചാർജ് നടത്തേണ്ടി വന്നോ? കൺവെൻഷൻ യോഗങ്ങൾ എത്രയോ ഇടത്ത് വലിച്ചു പറിക്കപ്പെട്ടോ, എത്രയോ സ്റ്റേജുകൾ തകർക്കപ്പെട്ടോ, എത്രയോ ഉപദേശിമാരുടെ ഉടുപ്പ് കയറി വിട്ടു, എത്രയോ ഇടത്ത് പന്തലുകൾ തല്ലിപ്പൊളിച്ചോ. പക്ഷേ അവിടെ എവിടെയെങ്കിലും പിറ്റേന്നൊരു ധർണ നടന്നിട്ടുണ്ടോ? അവിടെ എവിടെയെങ്കിലും പിറ്റേന്നൊരു പിക്കറ്റിംഗ് നടന്നിട്ടുണ്ടോ? ആ പട്ടണത്തിൽ എവിടെയെങ്കിലും പിറ്റേന്നൊരു സമരം നടന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ഞങ്ങളുടെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 26:20 പറഞ്ഞു, ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യാദേശത്ത് ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഇന്ന് രാത്രി ഞാൻ വളരെ ധൈര്യത്തോടു കൂടി വെല്ലുവിളിക്കാം. ഞങ്ങളുടെ ഏത് സൺഡേ സ്കൂളുകൾക്കകത്തും കയറി വന്ന് നോക്ക്, ഞങ്ങളുടെ ഏത് സഭാരാധനകൾക്കകത്തും വന്നു നോക്ക്, ഞങ്ങളുടെ ഏത് ബൈബിൾ സെമിനാരികളിലും വന്ന് കയറി നോക്ക്. അവിടെ മുഴുവൻ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന്. ഇന്നുവരെ ഒരു ബൈബിൾ സെമിനാരിയിലും രാജ്യദ്രോഹകരമായ ഒരു കാര്യവും ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഇന്നുവരെ ഒരു സെമിനാരിയിലും രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കുവാൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ സെമിനാരികളിലും, എല്ലാ സൺഡേ സ്കൂളുകളിലും, എല്ലാ സഭാരാധനകളിലും, എല്ലാ ബൈബിൾ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്, നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കണമെന്നുള്ളതാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഇന്ന് രാത്രിയോ ഞാൻ ഈ ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ അഭിമാനിക്കുന്നത്, ഞാൻ ഈ സുവിശേഷത്തെ ഉയർത്തുന്നതിൽ അഭിമാനിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. സന്ധ്യായോഗങ്ങളിൽ വന്ന് നിങ്ങൾ നോക്കിക്കോ ലോകമേ, പരസ്യ പ്രഭാഷണങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ഏത് ചെറിയ യോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ അടച്ചിട്ട ഏത് മുറിയിലേക്ക് നിങ്ങൾ വന്ന് ഞങ്ങളുടെ പ്രഭാഷണങ്ങളോ ഞങ്ങളുടെ പഠനങ്ങളോ എടുത്തോ, ഞങ്ങളുടെ സെമിനാരികളിലെ ലൈബ്രറികളിൽ കയറി അതിലകത്തിരിക്കുന്ന അത്ര പുസ്തകങ്ങൾ നിങ്ങൾ തിരിച്ചും മറിച്ചും നോക്കിക്കോ. രാഷ്ട്രത്തെയോ കുടുംബത്തെയോ സമൂഹത്തെയോ യൗവന തലമുറയെയോ പുതുതായി ജനിച്ചു വരുന്ന പുതിയ തലമുറയോ നശിപ്പിക്കുന്ന ഒരു വരി പോലും ഞങ്ങൾ എഴുതിയിട്ടില്ല, ഒരു വരി പോലും ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ല, ഒരു വാക്കുപോലും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നവരാണ്. എന്താണ് ഞങ്ങൾക്ക് ലോകത്തെ സ്നേഹിക്കാൻ പ്രേരണയുണ്ടായത്? ഞങ്ങളുടെ അരുമരക്ഷകന്റെ തിരുവെഴുത്തതാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ബൈബിൾ വാക്യ യോഹന്നാന്റെ സുവിശേഷം 3:16 എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ ജീവരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഞങ്ങൾ അറിയുന്ന ദൈവം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ലോകത്തെ സ്നേഹിക്കുന്ന ദൈവമാണ്. ലോകത്തെ ശിക്ഷിക്കും, ലോകത്തിൻ്റെ തിന്മകൾ മുഖാന്തരം ശിക്ഷിക്കും, ലോകത്തിലെ ദോഷങ്ങളെ മാറ്റിക്കളയും. പക്ഷേ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഭക്തന്മാരോട് സംസാരിച്ചപ്പോൾ ഒരിക്കൽ ചോദിച്ചു, എടാ ഇന്ന് വരെ ആകാശത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കിഴക്കുദിക്കേണ്ട സൂര്യൻ ദിശ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല. ആകാശത്തിലെ സൂര്യനോടും ചന്ദ്രനോടും അത് എൻ്റെ നിയമമാണ്, അതുപോലെ ഞാൻ നിന്നോട് നിയമം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ! ഇത്ര കരുണാസമ്പന്നനായ ഒരു ദൈവത്തെ കണ്ടുമുട്ടാനും ആ ദൈവത്തെ അനുഗമിപ്പാനും ആ ദൈവത്തിൻ്റെ വചനം എടുത്തിങ്ങനെ ഉച്ചസ്ഥരം പ്രസംഗിക്കാനും ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ആ ദൈവത്തിന് വേണ്ടി ജനതകളെ വേർതിരിപ്പാനും ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം. കാരണം ദൈവം പ്രവർത്തികളെ അറിയുന്നു, ദൈവം പ്രവർത്തികളെ അറിയുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം പ്രവർത്തികളെ മാത്രമല്ല അറിയുന്നത്, ദൈവം പ്രവർത്തികളെ മാത്രമല്ല അറിയുന്നത്, എന്ത് ചെയ്താലും ദൈവം അറിയുമെന്ന് അതല്ല, അതിലുപരിയായതുണ്ട്. എന്ത് ചെയ്താലും ദൈവം അറിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൻ്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
താനൊരു 5-6 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുക. എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? ഒന്നാമത്തെ ഇതിൽ പറയുക, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് നന്നായി അറിഞ്ഞിരിക്കുന്നു, നിനക്കെന്നെ അറിയാം. അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യത്തിൽ പറയുക, ഞാൻ ഇരിക്കുന്നത് എൻ്റെ ദൈവത്തിനറിയാം, ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ ദൈവത്തിനറിയാം. എന്നിട്ട് 3-ാമതായി പറയുകയാണ്, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അതിലേക്ക് ഞാൻ വരാം. അടുത്തതായിട്ട് പറയുക, ഞാൻ നടക്കുന്നത് നിനക്കറിയാം, ഞാൻ കിടക്കുന്നത് നിനക്കറിയാം. അടുത്തത് പറയുക, ഞാൻ ഏതുവഴിയൊക്കെയാ പോകുന്നതെന്നും പോകാൻ പോകുന്നതെന്നും നിനക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എവിടെയും എത്തത്തില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് 4-ാം വാക്യത്തിൽ ഒരൊറ്റ കാര്യം പറഞ്ഞ് താൻ അങ്ങ് നിർത്തി. ദൈവമേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേൽ നിന്ന് വരത്തില്ല. ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല, ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല. എൻ്റെ സഹോദരങ്ങളെ, അവിടെ ഒരു കാര്യം സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് പറയുക, നീ ദൂരത്തിരുന്ന് എൻ്റെ നിരൂപണം അറിയുന്നു, നീ ദൂരത്തിരുന്ന് എൻ്റെ നിരൂപണം അറിയുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ദൈവത്തെ വിട്ട് എത്ര ദൂരത്ത് പോയാലും, നീ ദൈവത്തോട് പിണങ്ങി എത്ര അകന്നു പോയാലും, ഇനി നമ്മൾ തമ്മിൽ ഒരു പരിപാടിയില്ലെന്ന് പറഞ്ഞ് എത്ര ദൂരെ പോയാലും, നിങ്ങളുടെ വീട്ടിലൊരു ബൈബിളുണ്ട്, ബൈബിൾ എടുത്ത് നിങ്ങളുടെ മുറിക്ക് വെളിയിൽ കൊണ്ടുവച്ചു, പാഠ്യപുസ്തകം എടുത്ത് വെളിയിൽ വെച്ചു, ഫോണിലെ എല്ലാ ബൈബിൾ ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്തു, യൂട്യൂബിലെ ഏതൊക്കെ പ്രസംഗം കേൾക്കുമോ അതെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഇനി ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല, കതക് അടച്ച് മുറുക്കിപ്പൂട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോ, ദൈവത്തെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ. പക്ഷേ അന്നേരം പറയാം, ദൂരത്തിരുന്നാലും അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ നിരൂപണത്തെ ഗ്രഹിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന് ദൂരത്തിരുന്ന് നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിപ്പാൻ കഴിയും. ദൂരത്തിരുന്ന് നിരൂപണങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്ന ദൈവം. ആകയാൽ ദൈവത്തിങ്കിൽ നിന്ന് ദൂരവേ പോയാൽ, ദൈവത്തിൽ നിന്ന് അകന്നാൽ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കാമെന്ന് കരുതരുത്. ഇവിടെ പറയുക, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നീ അറിയുന്നു. ഈ രാത്രി ഒരു ഉറച്ച ബോധ്യമുണ്ടാകണം, ദൈവം അറിയുന്നുണ്ടെന്നെ. ഇവിടെ നാം സർദീസിലെ സഭയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. സഹോദരങ്ങളെ, ഈ 7 സഭകളുടെയും ദൂതുകൾ നാം പഠിച്ചാൽ 7 സഭകളോടും ദൈവം മാറ്റമില്ലാതെ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ദൈവം അറിയുന്നു എന്നുള്ളത്. സർദീസിലെ സഭയെ മാത്രമല്ല ദൈവം അറിഞ്ഞത്, 7 സഭകളോടും ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അറിയുന്നുണ്ടെന്ന്. ഞാൻ തെളിവ് സഹിതം പറയാം സഹോദരങ്ങളെ. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഫെസോസിലെ സഭയോട് ദൈവം പറയുക, 2-ാം അധ്യായം 3-ാം വാക്യം, നിന്റെ സഹിഷ്ണുതയെ എനിക്കറിയാം, നീ സഹിച്ചതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതെ പിടിച്ചു നിന്നതും ഞാൻ അറിയുന്നുണ്ട്. നോക്കൂ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ സഹിച്ചതൊന്നും ആർക്കും അറിയത്തില്ല, പക്ഷേ നിങ്ങൾ സഹിച്ചത് ദൈവത്തിനറിയാം. എന്തൊക്കെയാണ് സഹിച്ചതെന്ന്. എന്നിട്ട് പറയുക, നീ സഹിച്ചിട്ടും എവിടെയും തളർന്നു കിടന്നില്ല. തലേന്ന് രാത്രി മുഴുവനും ഇരുന്ന് കരഞ്ഞിട്ടോ, പിറ്റേന്ന് രാവിലെ സോപ്പ് വിട്ട് കുളിച്ച് നല്ല ഷേവ് ചെയ്ത് കുട്ടപ്പനായി വെളിയിലിറങ്ങി. നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല, കാരണം ആ കഷ്ടതയിൽ നീ തളർന്നു പോയില്ല. നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞത് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നീ സഹിച്ചതെല്ലാം ദൈവത്തിനറിയാം. ഒരുപക്ഷെ നിന്റെ ഭർത്താവിന് അറിയത്തില്ല, ഒരുപക്ഷെ നിന്റെ അമ്മയ്ക്കറിയത്തില്ല, ഒരുപക്ഷെ നിന്റെ സഹോദരങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഈ രാത്രി ദൈവത്തിനറിയാം. ഇന്ന് രാത്രി വിളിച്ചു പറ, ഞാൻ സഹിച്ചതൊക്കെ എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ കർത്താവിൻ്റെ നാമനിമിത്തവും ഇന്നുവരെയും ഞാൻ സഹിച്ചതൊക്കെ എൻ്റെ ദൈവത്തിനറിയാം. ഭർത്തൃ വീട്ടിൽ സഹിച്ചത്, ജോലി സ്ഥലത്ത് അനുഭവിച്ചത്, സുവിശേഷ വേലയിൽ അനുഭവിച്ചത്, സഭാ ജീവിതത്തിൽ അനുഭവിച്ചത്, ദേശത്തിൻ്റെ നടുവിൽ അനുഭവിച്ചത്, അന്യനാട്ടിൽ പോയി കിടന്ന് അനുഭവിച്ചത് ഒന്നും മനുഷ്യനറിയത്തില്ലായിരിക്കാം. വർഷം തോറും ലീവിന് വരുമ്പോൾ
അത്തറും പൂശി ഇൻ ചെയ്ത് വളരെ ബാഗൊക്കെ പിടിച്ചിങ്ങനെ നാട്ടിലിറങ്ങുമ്പോ നാട്ടുകാർ പറയും നീ ഗൾഫുകാരനാണെന്ന്. നാട്ടുകാർക്ക് അത്രമേ അറിയത്തുള്ളൂ നീ ഗൾഫുകാരനാണെന്ന്. പക്ഷെ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ നീ സഹിച്ചതെന്താണെന്ന് ദൈവത്തിനറിയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ സഹിച്ചതെന്താണെന്ന് ദൈവത്തിനറിയാ. ലോകം ഇന്ന് നോക്കുമ്പോൾ ഞാനൊരു TV പ്രഭാഷകനോ ഒരു കൺവെൻഷൻ പ്രാസംഗികനോ ഒക്കെ ആയിരിക്കാം. നോക്കുമ്പോൾ പറയുവാൻ 1000 കൂട്ടം കാര്യം കാണും. പക്ഷേ ഇന്ന് രാത്രി ഇതിനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥകളെക്കാട്ടിലോ എൻ്റെ പ്രാഗൽഭ്യമോ ഞാൻ സഹിച്ചതെന്താണെന്ന് എൻ്റെ ദൈവത്തിനറിയാം. 19-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ തുടങ്ങി ഈ രാത്രി വരെയോ എൻ്റെ അപ്പൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ നിന്നത് മുഖാന്തരം, എൻ്റെ കർത്താവിനെ അനുഗമിച്ചത് മുഖാന്തരം ഞാൻ സഹിച്ചതൊക്കെയോ എൻ്റെ ദൈവത്തിനറിയാം. ഈ രാത്രി അതാണ് നിന്റെ പ്രാഗൽഭ്യോ. നീ സഹിച്ചതറിയുന്ന ഒരു ദൈവമുണ്ട്. നീ സഹിച്ചത് നിന്റെ അപ്പനോട് പറഞ്ഞ അങ്ങേര് സഹിക്കത്തില്ല. നിന്റെ അമ്മയോട് പറഞ്ഞ അറ്റാക്ക് വന്നു പോവും. നിന്റെ സഹോദരങ്ങളോട് പറഞ്ഞ അവർക്കൊരു പക്ഷേ ഭ്രാന്ത് പിടിച്ചേക്കാം. പക്ഷേ അതുകൊണ്ട് നിനക്ക് എവിടെയും പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ രാത്രി ഞാൻ പറയട്ടെ, നീ സഹിച്ചത് അറിയുന്ന ഒരു ദൈവമുണ്ട്. എഫെസോസിലെ സഭയോട് അതാണ് പറയുന്നത്. നീ സഹിച്ചതും നിനക്ക് സഹിഷ്ണുതയുള്ളതും നീ സഹിച്ചതും നീ തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. അടുത്തതായിട്ട് പിന്നെയും എഫെസോസിലെ സഭയോട് അറിവുകൾ പറയുന്നുണ്ട്. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത് സ്മുർണയോടാണ് ദൈവം സംസാരിക്കുന്നത്. 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്മുർണയുടെ അടുക്കൽ പറയുകയാണ് ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. സ്മുർണയിലെ സഭയെ, നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും നീ കേൾക്കുന്ന ദൂഷണവും ഞാൻ നന്നായി അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുക, നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും നിന്റെ സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ സഹിച്ചതു മാത്രമല്ല നിന്റെ എല്ലാ കഷ്ടതകളും അവനറിയാ, നിന്റെ എല്ലാ ദാരിദ്ര്യവും അവനറിയാ. മനുഷ്യൻ നോക്കുമ്പോൾ നീ പളവളപ്പിലായിരിക്കും നടക്കുന്നത്. പക്ഷേ നിന്റെ അകത്തെ ദാരിദ്ര്യം അത് ദൈവത്തിനറിയാ. നിന്റെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നോ, നിന്റെ അക്കൗണ്ട് എത്ര സീറോയാണെന്നോ, നിന്റെ ആവശ്യകത എത്ര വലുതാണെന്നോ നിന്റെ ദാരിദ്ര്യം അവന് നന്നായി അറിയാം. പിന്നെയും പറയുകയാണ്, നീ കേട്ട ദൂഷണമൊക്കെയോ നീ കേട്ട പരിഹാസങ്ങളൊക്കെയോ മനുഷ്യൻക്ക് അറിഞ്ഞു കാണത്തില്ല. ചിലരറിഞ്ഞു കാണോ, ചിലരറിയാതിരുന്നേക്കാ. പക്ഷേ നിന്റെ ദൂഷണങ്ങളെയെല്ലാം ഞാൻ അറിയുന്നുണ്ട്. രഹസ്യമായി നിന്നെ ആക്ഷേപിച്ചതും പരസ്യമായി നിന്നെ അലക്കിയതും, പട്ടണത്തിന്റെ നടുവിൽ പറഞ്ഞതോ, സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതോ, കുടുംബത്തിൽ കയറി വന്ന് പറഞ്ഞതോ, ഫോൺ വിളിച്ചു പറഞ്ഞതും, വാട്സാപ്പിൽ വോയിസ് ഇട്ടതും, ഈ എവിടെയൊക്കെ നിന്നെ അലക്കിയോ ഈ രാത്രി അറിയണോ, നീ കേട്ട ദൂഷണമൊക്കെയോ എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അതാണ് സ്മുർണയോട് പറഞ്ഞത്. നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും നീ കേട്ട ദൂഷണവും ഞാൻ അറിയുന്നുണ്ട്. തീർന്നില്ല. പെർഗമോസിലെ സഭയോട് കർത്താവ് പറയുകയാണ്, 2-ാം അധ്യായം 13-ാം വാക്യം. അവിടെ എന്താണ് പറയുന്നതെന്നറിയാമോ? നീ പാർക്കുന്ന സ്ഥലം അത് എവിടെയാണെന്ന് ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. എന്താണ് അവിടെ പറയുന്നത്? നീ എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയാം. നീ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷേ നിന്റെ താമസ സ്ഥലത്തിൻ്റെ പരിമിതികൾ അതെനിക്കറിയാം. നിന്റെ വീടിൻ്റെ അവസ്ഥ എനിക്കറിയാം. നിന്റെ കിടക്കയുടെ അവസ്ഥ എനിക്കറിയാം. നിന്റെ പൊളിഞ്ഞ കതകും ചോരുന്ന കൂരയും എനിക്കറിയാം. നീ എവിടെ പാർക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ അതിനപ്പുറമായിട്ട് ഒന്നുകൂടെ പറയുക, അത് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാം. നിനക്കെന്നും പോരാട്ടമാ. പക്ഷെ മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനുഷ്യൻ പറയും ചുമ്മാ തോന്നലാടവേ, ഈ 21-ാം നൂറ്റാണ്ട് ഇങ്ങനത്തെ പോഷത്തിനൊന്നും പറയരുത് അമ്മ. പക്ഷെ കർത്താവിനറിയാം നീ പാർക്കുന്നത് എവിടെയാ. നീ പാർക്കുന്ന ദേശാധിപതി നിനക്കെതിരെ വെല്ലുവിളിക്കുന്നത്, നീ പാർക്കുന്ന ഇടത്തിന്റെ അന്ധകാര ആധിപത്യങ്ങൾ, നീ പാർക്കുന്ന ഇട
അവിടുത്തെ സാത്താന്റെ സിംഹാസനം നീ ആ ദേശത്ത് അനുഭവിക്കുന്ന പോർ അത് എനിക്കറിയാം. നാട്ടുകാർ നോക്കുമ്പോൾ 2 നില ബംഗ്ലാവും 25 ലക്ഷത്തിന്റെ കാറും വീട്ടിലുള്ളത് കൊണ്ട് 4 മക്കളും അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് നാട്ടുകാർ പറഞ്ഞേക്കാം അവൻ എന്താ കുഴപ്പമെന്ന്. പക്ഷെ ഈ രാത്രി ഞാൻ പറയട്ടെ, അതിവിടെയുള്ള ആത്മമണ്ഡലത്തിലെ പോരാട്ടങ്ങൾ അതറിയുന്നവനാണ് നിന്റെ ദൈവം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ പാർക്കുന്ന ഇടം എവിടെയാണെന്ന് കർത്താവിനറിയാം. അതറിഞ്ഞ് ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുക. നമ്മൾ പാർക്കുന്ന ഇടമൊന്നും കർത്താവിന് അറിയത്തില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും എന്നേ പുകഞ്ഞു പോയേനെ. സഹോദരങ്ങളെ, യാക്കോബ് പാർക്കുന്ന ഇടം ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ദൂതനെ അയച്ച് വൃക്ഷത്തിന്റെ കൊമ്പുകളെ വെട്ടി വെക്കാൻ പറഞ്ഞത്. ദാനിയേൽ പാർക്കുന്ന ഇടം ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേൽ പോയി 21 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മീഖായേലിനെ ഇറക്കി വിട്ടത്. കാരണം അവൻ പാർക്കുന്ന ദേശത്തിന്റെ അവസ്ഥ ദൈവത്തിന് അറിയാമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ശുശ്രൂഷ മണ്ഡലത്തിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ വിശ്വാസിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നേ. അത് വേറൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ നീ പാർക്കുന്ന ഇടത്തിന്റെ പോർമണ്ഡലങ്ങൾ അത് ദൈവത്തിനറിയാം. ആകയാൽ പെർഗമോസിലെ സഭയോട് പറയാ, എനിക്കറിയാം. ചിലരൊക്കെ പറയും, എൻ്റെ കർത്തൃദാസനെ, എൻ്റെ ബ്രദറെ, ഏത് കമ്പനി ചെന്നാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആരോട് പറയും? ഇതിന് എനിക്ക് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? ഈ കമ്പനിയിൽ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? 50,000 രൂപ 2 ലക്ഷം രൂപ കടം മേടിച്ച ഈ ദേശത്ത് വിസായും എടുത്ത് വന്നത് ഇവിടെ ഇങ്ങനെയാണെന്ന് ആരോട് പറയാൻ പറ്റും? അവരറിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഞാൻ മടിയനാണെന്നേ പറയത്തുള്ളൂ. എനിക്ക് തിരിച്ചു വരാൻ വകുപ്പില്ല. പക്ഷേ അവിടെ കിടന്ന് കരയുമ്പോൾ സ്വർഗം പറയാ, നീ പാർക്കുന്ന എവിടാണെന്ന് എനിക്കറിയാം. നീ നിൽക്കുന്ന ഇടം എനിക്കറിയാം. പെർഗമോസിലെ സഭയോട് പറയുക, നീ പാർക്കുന്ന സ്ഥലം അറിയാം. ഞാനൊരല്പം വേഗത്തിൽ പോകട്ടെ. തുയതര സഭയോട് കർത്താവ് പറയുകയാണ് 2:19, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ ശുശ്രൂഷ, നിന്റെ സഹിഷ്ണുത എന്നിവയും ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനെക്കാട്ടിലും ഒത്തിരി വലിയതാണെന്നും എനിക്കറിയാം. ഇവിടെ പറയുക, നിനക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയേക്കും, ഞാൻ എത്ര എൻ്റെ പിള്ളേരെ സ്നേഹിച്ചിട്ടും എത്ര എൻ്റെ പിള്ളേരെ ആത്മാർത്ഥമായി പരിപാലിച്ചിട്ടും അവർക്കിത് മനസ്സിലാകുന്നില്ലല്ലോ. ഇനി ഞാൻ എങ്ങനെ എൻ്റെ ചങ്ക് പറിച്ച് കാണിക്കുമോ? എനിക്കെൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ചില വീടുകളിലൊക്കെ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു കൗമാരമൊക്കെ എത്തുമ്പോൾ അമ്മയ്ക്കോ അപ്പനോ എതിരെ ആകെ അങ്ങ് തിരിയും. എന്നിട്ട് പറയും, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അവളോടേ ഉള്ളൂ സ്നേഹം. ഇത് കൂടുതലും മൂത്ത കുഞ്ഞുങ്ങൾക്കാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഒരമ്മയുടെ അപ്പൻ്റെയും ജീവിതത്തിൽ ഏറ്റവും അധികം അവർ ആഗ്രഹിച്ചതും ലാളിച്ചതും ഏറ്റവും അവർ സന്തോഷിച്ചതും എപ്പോഴായിരിക്കുമെന്നറിയാമോ? ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴായിരിക്കും. പക്ഷെ വളർന്നു വരുമ്പോൾ അപ്പനോടും അമ്മയോടും തിരിഞ്ഞു നിന്ന് നിങ്ങൾക്കെന്നോട് സ്നേഹമില്ലെന്ന് ഒത്തിരി പറയുന്നതും ആരായിരിക്കുമെന്നറിയാമോ? ഈ മൂത്ത കുഞ്ഞായിരിക്കും. കാരണം ഇവനൊരു 4 വയസ്സോ 2 വയസ്സോ ഒക്കെ ആകുമ്പോൾ ഇളയ കുഞ്ഞിനെ അവൻ കണ്ടു തുടങ്ങും. ആ കൊച്ചു കുഞ്ഞിനെ ഇവനിങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കുമ്പോൾ അമ്മ പറയും, നോ, തൊടരുതെന്ന് പറയും. അതിനുശേഷം ഈ ഒരു 6-4 വയസ്സാകുമ്പോൾ 2 പേരോട് അടികൂടും. 4 വയസ്സുള്ളവൻ 6 വയസ്സുള്ളവനെ തള്ളിയിടും. പക്ഷേ അമ്മ ഓടി വന്ന് 6 വയസ്സുകാരൻ്റെ അടുക്ക പറയും, നീ എന്തിനാണ് വാവയെ തള്ളിയിട്ടെന്ന് ചോദിക്കും. അന്ന് തുടങ്ങി മനസ്സിനകത്ത് ഇങ്ങനെ ഒരു തോന്നൽ വരും, അമ്മയ്ക്ക് വാവയോടാ ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ല. ചോദിക്കാൻ ആംബിയറില്ലാത്തത് കൊണ്ട് ഒരു 15 വയസ്സാകുമ്പം പറയും, പണ്ടേ തള്ളയ്ക്ക് എന്നെയല്ല ഇഷ്ടമെന്ന് പറയും. അന്നായിരിക്കും അമ്മയുടെ നെഞ്ചിനകത്തൊരു തീ പൊട്ടുന്നത്. ഇവനെന്തായി പറഞ്ഞേ എനിക്ക് അവനോട് സ്നേഹമില്ലെന്നോ? അന്ന് തുടങ്ങി അമ്മ മൗനത്തിലേക്ക് പോകും. അവനെ ശാസിക്കുന്നത് കുറയ്ക്കും, അവനെ വഴക്ക് പറയുന്നത്, അവൻ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച നൽകും. എങ്കിലും ജീവിതത്തിൻ്റെ ഓരോ സംഗതികളിലും അവളും അവനും തിരിച്ചു പറയും. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പം വീട്ടിൽ വന്നിട്ട് പറയും, നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ആ വീട്ടിൽ കൊണ്ട് കെട്ടിച്ചത്. മരിക്കുന്നിടം വരെ ഈ അമ്മയും അപ്പനെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾക്കെന്നോട് ഇഷ്ടമില്ലായിരുന്നു. അതിൻ്റെ മുമ്പേ അമ്മ ഇങ്ങനെ വിറങ്ങലിക്കും. രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് പറയും, കർത്താവേ, എനിക്കെൻ്റെ കൊച്ചിനോട് അത്ര സ്നേഹമുണ്ടായിരുന്നു, പക്ഷെ ഞാനിതെങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കും? പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ,
നിന്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ നിന്റെ കർത്താവിനറിയാം. ഇതുകൊണ്ടാണ് തിബര്യാസ് കടൽ തീരത്ത് യോഹന്നാൻ്റെ അടുക്കൽ വന്ന് യേശു ചോദിച്ചു, പത്രോസിൻ്റെ അടുക്കൽ ചോദിച്ചു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് ചോദിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. ഇവർ 10 പേരും, ഇവർ 5-8 പേരും കൂടെ തിബര്യാസ് കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ആണെന്ന് അറിഞ്ഞ ഉടനെ ഈ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസ് പടകിൽ നിന്നെടുത്ത് കടലിൽ ചാടി നീന്തി. ബാക്കിയുള്ള പുള്ളികൾ ആരും എന്ത് ചെയ്തില്ലെന്നറിയോ? നീന്തിയില്ല. യോഹന്നാൻ താഴെ എഴുതി വെച്ചു അധികം സ്നേഹിച്ച ശിഷ്യനാണെന്നും, പക്ഷേ യോഹന്നാനൊന്നും നീന്തിയില്ല. പത്രോസ് നീന്തി അവിടെ വന്നു. പെട്ടെന്നെടുത്തു ഉടുപ്പ് എടുത്തിങ്ങനെ വാരി ചുറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. വാരി ചുറ്റി ഇങ്ങനെ ഓടി വരികയാ. അതിനുശേഷം യേശു ചോദിച്ചു, കൂട്ടാൻ വല്ലതും ഉണ്ടോന്ന്. പത്രോസ് തിരികെ കയറി 153 വലിയ മീനുകൾ നിറഞ്ഞ വല ഈ മനുഷ്യൻ തനിയെ വലിച്ചു കയറ്റി. ഇത് തൻ്റെ ബലം കൊണ്ടല്ല, തൻ്റെ ആവേശം കൊണ്ടാ. ഇനി അടുത്തത് ഞാനൊന്ന് ചോദിക്കാം, എടാ യേശുവിന് വേണ്ടി നീ 153 കൂടെ വലിച്ചുകൊണ്ട് വന്ന എന്തിനാ? ഒരെണ്ണം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ പോരായിരുന്നു? നമ്മൾ ഈ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളെ കാണുന്ന ഉടനെ എന്തോ എന്നറിയാവും, അവരുടെ വീട്ടിൽ പോയി, അവരുടെ റൂമിൽ പോയി, അവരുടെ JCBയും അവരുടെ ലോറിയും അവരുടെ കാറും ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ അങ്ങ് വെക്കും. എന്താ ഇതുപോലെ പത്രോസ് ഈ 153 മീനും കൂടെ വലിച്ചു കയറ്റി കർത്താവിൻ്റെ മുമ്പാകെ ഇങ്ങനെ അങ്ങ് വിറങ്ങലിച്ച് നിൽക്കുക. ഇത് കണ്ടപ്പോൾ കർത്താവിനൊരു ചോദ്യം തോന്നി, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, ഉണ്ട് കർത്താവേ. പിന്നെയും ചോദിച്ചു, പത്രോസേ എന്നാലും ഇവരെക്കാട്ടിലൊക്കെ അധികമായിട്ട് സ്നേഹമുണ്ടോ? അവസാനം പത്രോസിന് പറയാനൊരു ഒറ്റ മറുപടിയേ ഉള്ളായിരുന്നു, എനിക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്. ഞാൻ മീൻ പിടിച്ച് കാണിച്ചതിനെക്കാട്ടിലും, ഞാൻ കടലിച്ചാടി നീന്തിയതിനെക്കാട്ടിലും അപ്പുറം എൻ്റെ ഉള്ളവറിയുന്നവനാ നീ. ചിലപ്പോൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞേക്കും, ചിലപ്പോൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതിരുന്നേക്കും, പക്ഷെ എനിക്കൊരു ചങ്കുറപ്പുണ്ട്, എനിക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്. എനിക്ക് നിനക്കതറിയാമെന്ന് എനിക്കറിയാം. ഞാൻ എക്സ്പ്രസ് ചെയ്താലും എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും. ഞങ്ങൾ കർത്തൃദാസന്മാർക്കൊക്കെ ചിലപ്പോൾ സഭയിൽ വന്ന് നിന്ന് നന്നായിട്ട് കൈയടിക്കുന്നവരെ കണ്ടിട്ട് ഞങ്ങൾ പറയോ നല്ലൊരു വിശ്വാസിയാണ്. പ്രസംഗത്തിനിടയ്ക്ക് ഉറക്ക ഹല്ലേലൂയ പറഞ്ഞ് ഞങ്ങൾ പറയും, കണ്ടോ പുള്ളിയാ വചനം സ്വീകരിക്കുന്നത്. ചിലപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിട്ട് പ്രസംഗത്തിനിടയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്നവരെ കണ്ടാൽ ഞങ്ങൾ മനസ്സിൽ പറയും, ഇങ്ങനെ ഒരു ഉഴപ്പനാണല്ലോ. പക്ഷേ കർത്താവ് അതിനപ്പുറമായിട്ട് ഡയബറ്റീസിൻ്റെ ക്ഷീണം കൊണ്ടിരുന്ന് ഉറങ്ങിയാലും, അവൻ്റെ കൈയടി കുറവാണെങ്കിലും, അവൻ്റെ ആരാധനയ്ക്ക് ശബ്ദം കുറവാണെങ്കിലും അവിടെ പറയുക, നിന്റെ സ്നേഹത്തെ ഞാൻ അറിയുന്നു, നിന്റെ സ്വഭാവങ്ങളുടെ വിശേഷതയെ ഞാൻ അറിയുന്നു. തുയതര സഭയുടെ അടുക്കൽ അതാണ് പറയുന്നത്. വീണ്ടും സർദീസിനോട് ദൈവം പറയുക, സഭയെ നിന്റെ പ്രവൃത്തിയെ ഞാൻ അറിയുന്നു. വീണ്ടും ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നീ ഒത്തിരി ബലഹീനനാ, പക്ഷെ നിന്റെ ബലഹീനതയുടെ നടുവിൽ നീ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. നിന്റെ ബലഹീനതയുടെ നടുവിലും നീ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതെനിക്കറിയാമെന്ന് കർത്താവ് പറയുക. വീണ്ടും ഒടുവിലായി ലവോദിക്ക സഭയുടെ അടുക്കൽ വരുമ്പോഴും ലവോദിക്ക സഭയുടെ അടുക്ക് പറയുന്ന അറിവുണ്ട്. ലവോദിക്ക സഭയുടെ അടുക്ക പറയാ, നീ പറയുന്നതും ഞാൻ സമ്പന്നനാണെന്നാ, പക്ഷെ നിന്റെ കാഴ്ച വന്ന് വെള്ളെഴുത്ത് വന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ ശരീരത്തിൽ മുറിവുകൾ പറ്റിയത് നീ അറിഞ്ഞിട്ടില്ല, നിന്റെ ഉടുപ്പൂരി പോയത് നീ അറിഞ്ഞിട്ടില്ല, ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല. പക്ഷെ നീ അറിയാത്തതും കൂടെ എന്തറിയാം? എനിക്കറിയാം. അതാണ് 7ാമതായി കർത്താവ് പറയുന്നത്, നിനക്കറിയാത്തതും എനിക്കറിയാം. നീ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ നിന്റെ കുടുംബത്തെ അരിഷ്ടത കയറിയത് നീ അറിഞ്ഞില്ല, പക്ഷേ എനിക്കറിയാം. നിന്റെ കണ്ണിൻ്റെ കാഴ്ച പോയത് നീ അറിയുന്നില്ല, നീ ചിന്തിക്കുന്ന സന്ധ്യയായിട്ടാണെന്നാ, അല്ല എനിക്കറിയാമെന്നേ. നീ ചിന്തിക്കുന്ന സമയം പോകുന്നില്ലെന്നാ, ഇല്ല സമയം പോകാത്തല്ല, ക്ലോക്കിൻ്റെ ബാറ്ററി പോയതാണെന്ന് എനിക്കറിയാം. അതാ കർത്താവ് പറഞ്ഞു, നിനക്ക് മനസ്സിലാകാത്തത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, അറിയുന്ന ഒരു ദൈവം ഈ സഭകളെ വിട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം എന്താണ് അറിയുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ മിദ്യാനിലെ പുരോഹിതനായിരിക്കുന്ന യിത്രോവിൻ്റെ ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറം ഹോരേബിൻ്റെ അടിവാരത്തിലെത്തി ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നത് കണ്ടു. സമയമേറെ കഴിഞ്ഞിട്ടും ആ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ തീ കെടാതിരുന്നത് കൊണ്ട് താൻ പതുക്കെ ഒന്ന് മുകളിലോട്ടൊന്ന് എത്തി നോക്കി. അപ്പോൾ അത് വളരെ മനോഹരമായ തീയായിട്ട് തോന്നി. ആശ്ചര്യമായ കാഴ്ചയെ ആദ്യമായി കാണുന്നത് കൊണ്ട് ആവേശത്തോടെ മോശ മേൽപോട്ട് കടന്നു ചെന്നപ്പോൾ ആ തീക്കകത്തുനിന്നൊരു ശബ്ദം കേട്ടോ. മോശെ പേർചൊല്ലി വിളിക്കുന്ന ശബ്ദം. മോശ വീണ്ടും അടുത്തോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം മുൾപ്പടർപ്പല്ല, നിന്റെ കാഴ്ചപ്പാടുകളിൽ മുൾപ്പടർപ്പ് പടർന്നിരിക്കുന്ന സ്ഥലമായിരിക്കാം. പക്ഷേ ഇടം മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും ഞാനിതിനെ വിശുദ്ധമാക്കിയിരിക്കുന്നു. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കളക. മോശ ആശങ്കപ്പെട്ടോ, ഇതെന്തൊരു വർത്തമാനം, മുള്ളുള്ളിടത്ത് ചെരുപ്പിടാനാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ മുൾപ്പടർപ്പിൻ്റെ ഇടയിൽ കത്തുന്ന തീക്കകത്തുനിന്ന് പറഞ്ഞ് കാലിലെ ചെരുപ്പൂരിക്കളഞ്ഞേര്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ. ഇവിടെ എത്ര വലിയ മുള്ളുണ്ടെങ്കിലോ നിന്റെ കാലെ കൊള്ളത്തില്ല. നീ ചെരുപ്പൂരിക്കള. ഈ മുള്ളുകളെ ജയിക്കുന്ന ഒരു അഭിഷേകം നിന്റെ ശരീരത്തിലേക്ക് കയറാൻ പോവുക. മുൾപ്പടർപ്പിനെ കണ്ട് നീ വലിയണ്ട. മുൾപ്പടർപ്പിനെ കത്തിക്കുന്ന തീയായി നിന്റെ അടുക്കൽ ഞാൻ ഇറങ്ങി വന്നതിന്റെ തെളിവാണ്. ചെരുപ്പൂരിക്കോ, മുള്ള ചവിട്ടിക്കോ. ഇനി മുള്ളു നിന്നെ തോപ്പിക്കത്തില്ല, നീ അതിനെ തോപ്പിക്കാൻ പോവുകയാണ്. മോശ ചെരുപ്പൂരി മുൾപ്പടർപ്പുകളുടെ ഇടയിൽ ചെരുപ്പൂരി മോശ നിന്നോ. ആൾക്കാർ നോക്കുമ്പോൾ വട്ടാണെന്ന് പറയാം, പക്ഷെ സ്വർഗം നോക്കിയിട്ട് പറഞ്ഞു ഇതാണ് ധൈര്യം. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കാൻ തുടങ്ങി. ദൈവം മോശയോട് പറഞ്ഞു, മോശെ ഞാൻ ഇവിടെ ഇറങ്ങി വന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 7-ാം വാക്യത്തിൽ പറയുകയാണ്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടോ. തീർന്നില്ല, അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി അവിടെ ഞാൻ ആ വാക്യത്തെ ഉദ്ധരിച്ച് പറയുകയാണ്, സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവം. എൻ്റെ സഹോദരങ്ങളെ, ഒരു രാഷ്ട്രത്തിൽ ഒരു സങ്കടമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രത്തിലെ ജനത പീഡിപ്പിക്കപ്പെട്ടാൽ ഒരിക്കലും അത് പുറം ലോകം അറിയത്തില്ല. ഉത്തര കൊറിയയിൽ എന്തെല്ലാം പീഡനങ്ങൾ നടക്കുന്നു ലോകം അറിയുന്നുണ്ടോ? ഇല്ല. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൽ എന്തെല്ലാം പീഡനങ്ങൾ നടക്കുന്നു അറിയുന്നുണ്ടോ പുറം ലോകം? ഇല്ല. ഇറാനിൽ എത്രയോ വർഷമായി അരാജകത്വം നടക്കുകയാ. ഇപ്പോൾ അവിടെ വിപ്ലവം ഉണ്ടായപ്പോഴല്ലേ പുറം ലോകം അറിയുന്നത്. ലോകത്തിൻ്റെ ഭീകരതകൾ ഒരിക്കലും അറിയത്തില്ല. ഇന്ന് ഉലകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ചൈന. ചൈനയിലെ സംഭവങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകാം. ചൈനയിലെ ജയിലിൽ ഒരുത്തൻ കയറിക്കഴിഞ്ഞാൽ അവൻ ഇവിടുത്തെ കൂട്ടി ജയിലിൽ ആട്ടിറച്ചിയൊന്നും കഴിച്ച് ജീവിക്കത്തില്ല. അവൻ ജയിലിനകത്തുനിന്ന് അവനെ ആരും അറിയാതെ അവിടെ നിന്നൊരു ഗ്രൂപ്പിനെ ചൈന ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നറിയാമോ? ചൈന ഗവൺമെൻറ് വിമാനത്തിൽ കയറ്റി ഒരു വിദേശ നാട്ടിലേക്ക് വിടും. ആ വിദേശ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കോൺട്രാക്ട് മണി ചെയ്യിക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കുക. ഇന്ന് ലോകകപ്പിൻ്റെ ആവേശത്തിൽ ഖത്തർ നിന്ന് സന്തോഷിച്ച് നൃത്തമാടുമ്പോൾ ഇതിൻ്റെ പിമ്പിൽ ഖത്തർ വേഗത്തിൽ പണികൾ തീർത്തത് എങ്ങനെയാണെന്നറിയാമോ? ചൈനയിലെ ജയിലിൽ കിടന്ന തടവുകാരെ ഖത്തറിൽ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിപ്പിച്ചോ? ഏതെങ്കിലും ഒരു പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്തോ? ഏതെങ്കിലും പുറം ലോകം അറിഞ്ഞോ? ആരും അറിഞ്ഞിട്ടില്ല. ചൈനയിലെ തടവ് പുള്ളികളുടെ സങ്കടം ലോകത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഖത്തറിൽ വന്ന് മേശരിപ്പണി ചെയ്യുക. ചത്തോ ഉണ്ടോ ആര് ചോദിക്കാനാ? ഇതാണ് ഒരു അടിമയുടെ അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം മോശയുടെ അടുക്ക പറയുന്നത്, എടാ മാധ്യമങ്ങളെ പിടിച്ചു നിർത്തിയാലോ, എടാ സോഷ്യൽ മീഡിയ അടച്ചു കിട്ടിയാലോ അവൻ്റെ വേദനകളെ എനിക്ക് അറിയുവാൻ കഴിയുക. ഒരു അരാജകത്വ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ തെളിവാണ് അതിനകത്ത് നടക്കുന്ന പീഡനങ്ങൾ പുറം ലോകം അറിയാതിരിക്കുക. ഈജിപ്ഷ്യൻ്റെ പ്രത്യേകത ഏതായിരുന്നു? മിസ്രൈമിൻ്റെ പ്രത്യേകത ഏതായിരുന്നു? ഒരു ആത്മീയ പ്രസ്ഥാനമായിരുന്നാലോ അകത്തു നടക്കുന്ന പീഡനം പുറത്തറിയിക്കാതെ ഒതുക്കുകയാണെങ്കിൽ അതൊരു കൾട്ടാണ്, അതൊരു ദുരന്ത പ്രസ്ഥാനമാണെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്ര. ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലോ ആ പാർട്ടി സമ്മേളനങ്ങൾക്കകത്തുണ്ടാകുന്ന തീരുമാനങ്ങളിൽ പാർട്ടി അംഗങ്ങളെ അടിച്ച് തകർത്തു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയുന്നില്ലെങ്കിൽ, അതിൻ്റെ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിമത്വത്തിലേക്കാണ് വരുന്നത്. അത് പുറം ലോകം അറിയത്തില്ല. പക്ഷേ ദൈവം മോശയുടെ അടുക്കൽ അവിടെ വന്നിട്ട് പറയുകയാണ്,
അരാജകത്വം കൊണ്ടോ അടിമത്തം കൊണ്ടോ ഇസ്രായേലിൻ്റെ വേദനകളെ അവൻ കടിച്ചമർത്തുമ്പോൾ അവൻ്റെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. രാഷ്ട്രം അതിനെ തടച്ചു വെച്ചാൽ, അധികാരികൾ അതിനെ തടഞ്ഞു വെച്ചാൽ, നേതൃത്വം വായ്പൊത്തി പിടിച്ചാൽ, കുടുംബത്തിലുള്ളവർ പുറത്തൊരുത്തൻ അറിഞ്ഞാൽ നിന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ, നിന്റെ കരച്ചിൽ അപ്പുറത്തെ വീട്ടിൽ കേട്ടാൽ നിന്നെ കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടുകൂടി പറയാ, നിന്റെ അരാജകത്വങ്ങളുടെ നടുവിൽ നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ലാബാന്റെ വീട്ടിൽ ലേയയും റാഹേലും എന്ന 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൻ മാന്യതയ്ക്കും മര്യാദയ്ക്കും ഒത്തമുണ്ട് ലേയെ പിടിച്ച് യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. അധികം താമസിയാതെ റാഹേലും അവന്റെ ഭാര്യയായി. പക്ഷേ ഗാർഹിക പീഡനത്തിന്റെ ഉദാത്ത മാതൃകയാണ് ലേയ അവഗണിക്കപ്പെട്ടു. പക്ഷേ ലേയ്ക്ക് ഇത് പുറത്തു പറയാൻ കഴിയത്തില്ല. കാരണം ജന്മനാ ഉള്ള വൈകല്യങ്ങൾ അവളെ പുറത്തു പറയുന്നതിൽ നിന്ന് തടയുകയാണ്. പക്ഷേ ആ രാത്രികളിൽ ഒന്നിൽ ദൈവം ലേയുടെ അടുക്കൽ പറഞ്ഞു, ലേയാ, ഞാൻ നിന്റെ സങ്കടം അറിയുന്നുണ്ട്. സ്തോത്ര. ആകയാൽ സുന്ദരിയായ റാഹേലിൻ്റെയോടൊപ്പം യാക്കോബ് എത്ര സഹവാസം ചെയ്തിട്ട് ദൈവം റാഹേലിന്റെ ഗർഭത്തെ തുറന്നില്ല. പകരം ഉൽപ്പത്തി 29:31 പറയുകയാണ്, ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ ഗർഭത്തെ തുറന്നു. 32-ാം വാക്യത്തിൽ ലേയ അവൾക്കൊരു മകൻ ജനിച്ചപ്പോൾ ലേയ പറഞ്ഞത് ഇങ്ങനെയാകുന്നു, യഹോവാ എന്റെ സങ്കടം കണ്ടു. എന്താണ് രൂപേൻ എന്ന വാക്കിന്റെ അർത്ഥം? യഹോവാ എന്റെ സങ്കടം കണ്ടോ. ലാബാൻ ലേയുടെ വിഷമമല്ലോ സാർ അറിഞ്ഞോ? ലാബാൻ പറയും, ഞാൻ എപ്പോഴാണ് അതറിഞ്ഞത്? ഞാൻ നോക്കുമ്പോൾ അവളെപ്പോഴും ഇങ്ങനെ യാക്കോബിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവള് ഭയങ്കര ബിസിയല്ലേ. ലാബാന്റെ പുത്രന്മാരുടെ അടുക്ക് ഞാൻ ചെന്ന് ചോദിച്ചോ, നിന്റെ പെങ്ങടെ വല്ല വിഷമം നിനക്കറിയാവോടെ? അപ്പോൾ അവർ പറഞ്ഞോ, അവരവരുടെ കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുമല്ലേ, ഞങ്ങൾ അവിടെ ഒന്നും ഇടപെടാറില്ല. ലേയുടെ സങ്കടം ലാബാൻ അറിഞ്ഞില്ല, ലേയുടെ സങ്കടം ലേയുടെ സഹോദരങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ഉയരത്തിലിരുന്ന ദൈവം പറയുകയാണ്, ഞാൻ ലേയുടെ സങ്കടം കണ്ടോ. ഇന്ന് രാത്രി കുടുംബത്തിനകത്തെ വേദനയാകട്ടെ, പ്രസ്ഥാനങ്ങൾക്കകത്തെ വേദനയാകട്ടെ, നിന്റെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. അബ്രാമിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അബ്രാമിന്റെ വീട്ടിൽ ഒരു ദാസി ഉണ്ടായിരുന്നു, മിസ്രൈമ്യ ദാസി ഹാഗാർ. സ്തോത്രം. അവിടെയുള്ള എല്ലാ വേലക്കാരിയെക്കാട്ടിലും എന്തായിരുന്നു അറിയാമോ? ഹാഗാറിനെ കൊച്ചമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. സ്തോത്ര. അത്ര ഇതായിരുന്നു. ആ ഹാഗാർ അവിടെ പൊതുവിലെ ഒരു വേലക്കാരി ആയിരുന്നില്ല. പകരം സ്തോത്ര ഇല്ല, ജയലളിതയ്ക്ക് ശശികലയൊക്കെ എന്നുമുണ്ടോ, സാറായുടെ അടുത്ത അസിസ്റ്റന്റ് ആയിരുന്നു ഈ ഹാഗാർ. അങ്ങനെയാണ്, അത്ര വിശ്വാസമുള്ളത് കൊണ്ട് തൻ്റെ മുറിക്കകത്തേക്ക് ഹാഗാറിനെ കയറ്റിക്കൊടുത്തത്. പക്ഷേ ഹാഗാർ ഗർഭം ധരിച്ചുവെന്ന് കണ്ടപ്പോൾ സാറായിക്ക് ഇഷ്ടക്കേടുകൾ തുടങ്ങി. സാറ ഭയങ്കരമായി കാഠിന്യം തുടങ്ങി. ഈ ഹാഗാർ ആരോട് പോയി പറയാൻ പറ്റുമോ? ഹാഗാറിന് അബ്രാമിനോട് പറയാൻ പറ്റത്തില്ല. കുടുംബ കലഹമായി തീരോ ഇല്ല. തൻ്റെ മറ്റുള്ള വേലക്കാരുടെ അടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വലിയ ആളല്ലായിരുന്നോ, സാറായുടെ വലിയ അസിസ്റ്റന്റ് അല്ലായിരുന്നോ, എന്നിട്ടിപ്പോൾ എന്തായി? പൊന്നുമോളെ പണി കിട്ടിയല്ലോ. ഇവളുടെ ഹൃദയം നീറാൻ തുടങ്ങി. ആരോടും അവളുടെ സങ്കടം പറയാനില്ല. ഒരു രാത്രി അവൾ ആലോചിച്ചിട്ട് ഉറക്കം വരാതെ കിടന്ന രാത്രിയിൽ അവൾ പിറ്റേന്ന് രാവിലെ പറഞ്ഞു, ഇനി ചവിട്ടും തൊഴിയും കൊള്ളാൻ വയ്യ. അവൾ അവിടെ നിറങ്ങി ഓടി, മരുഭൂമിയുടെ ഏകാന്തതയിൽ കൂടി ഓടി ഒരു നീരുറവ് കണ്ട് അവൾ അവിടെ ചെന്ന് വെള്ളം കുടിക്കാനിരുന്നു. സൂര്യന് പോകുന്ന മരുഭൂമിക്ക് സൂര്യന് പോകുന്ന വഴി അരികെയുള്ള നീരുറവ് അവിടെ വന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളോട് സംസാരിച്ചു. തിരുവെഴുത്തിൽ ജനിക്കുന്നതിന് മുമ്പേ പേര് വിളിക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്നറിയാമോ? ഇസ്മായേൽ. എന്താണ് ഇസ്മായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ഞാൻ നിന്റെ സങ്കടം കണ്ടിരിക്കുന്നു. ഇസ്മായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം, എൻ്റെ അമ്മയുടെ സങ്കടം കണ്ട ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ അമ്മയുടെ സങ്കടം കണ്ട ഒരു ദൈവം. ഏറെ കാലങ്ങൾ കഴിഞ്ഞൊരു ചരിത്രം കൂടെ ഞാൻ പറയാം. ഇസ്രായേലിൻ്റെ മധുരഗായകന് രാജാവുമായിരിക്കുന്ന ദാവീദിൻ്റെ ചരിത്രം. ദാവീദ് അബ്ശലോമുമായുള്ള കുടുംബ പ്രശ്നത്തിൽ വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാണ്. താൻ ബഹൂരൂമിലെത്തിയപ്പോൾ തൻ്റെ കുലശത്രുവിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരുത്തൻ, അതായത് ശൗലിന്റെ കുടുംബത്തിൽപ്പെട്ടതായ ശിമൈ എന്ന ഒരുത്തൻ വന്നു. അവൻ മലഞ്ചെരുവിൽ കൂടെ ദാവീദിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ താഴ്വാരത്തിൽ കൂടെ നടന്നു പോകുന്ന ദാവീദിനെ മലഞ്ചെരുവിൽ മുകളിൽ നിന്ന് കല്ലുവാരി എറിയുക. ഉരുണ്ടുവരുന്ന കല്ലുകൾക്ക് ദിശയിലേക്ക് നോക്കിയപ്പോൾ ദാവീദും സേനാപതികളും നോക്കുമ്പോൾ ഇതാ ഉയരത്തിൽ നിന്ന് ഒരുത്തം പ്രാകുകയാ, ശപിക്കുകയാ. ശാപവാക്കുകൾ കേട്ടിട്ട് യോവാബിന് സഹിക്കാൻ വയ്യ. യോവാബ് ചോദിച്ചോ,
ചെന്ന് ഞാൻ ആ നായെ വെട്ടിക്കളയട്ടെ. ദാവീദ് പറഞ്ഞോ, വേണ്ട, അവൻ പ്രാകാവുന്നിടത്തോളം പ്രാകട്ടെ. പക്ഷെ ദാവീദ് ഒരു കാര്യം യോവാബിന്റെ അടുക്ക പറഞ്ഞു, കൂടുള്ളവരുടെ അടുക്ക പറഞ്ഞു, അവൻ ഇന്ന് എത്ര പ്രാകിയാൽ എനിക്കും അവനും മധ്യേ ഒരു ദൈവമുണ്ട്. അവൻ നോക്കുന്നത് എൻ്റെ കുഴപ്പങ്ങളാ, അവൻ നോക്കുന്നത് എൻ്റെ തകർച്ചകളാ, അവൻ നോക്കുന്നത് എൻ്റെ താഴ്ചകളാ. പക്ഷേ എൻ്റെ ദൈവമോ ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കോ, എൻ്റെ സങ്കടം അറിയുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നാൽ ലോകം പല കാര്യങ്ങൾ പറയാം. കുറേ അഹങ്കരിച്ചതല്ലേ, ആവശ്യമായിരുന്നെന്ന് പറയാം, ഇങ്ങനെ എന്തെല്ലാം പറയുമെന്നറിയോ. പക്ഷേ ദാവീദ് പറയാം, മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവം മുകളിൽ നിന്ന് നോക്കിയിട്ടൊരു കാര്യം പറയാ, അവൻ്റെ സങ്കടത്തെ ഞാൻ അറിയുന്നെന്ന്. ഇന്ന് രാത്രി എത്ര പേർ പറയും, എൻ്റെ സങ്കടം അറിയുന്ന ഒരു ദൈവം? അരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ഈ സമയം ഓഫറിങ്ങിനുള്ള സമയമാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ ഓഫറിംഗ് ബോക്സ് വ്യാകുലത്തിൽ ആശ്വാസമാവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമാവനെനിക്കേകിടുന്നു. കൂരിരുൾ തിങ്ങിടും പാതകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ. സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം. 103-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ
അവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മറ്റൊരറിവിനെ കുറിച്ച് പറയുന്നുണ്ട്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഫോർ ഹി നോവത്ത് അവർ ഫ്രെയിം. നമ്മുടെ ഫ്രെയിം അവന് അറിയാം. നമ്മുടെ ഫ്രെയിം അവൻ അറിയാം. ഇതൊക്കെ ക്രിസ്മസിൻ്റെ കാലം അടുത്ത് വരിക. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വലിയ സാന്റയൊക്കെ നിൽക്കുന്നത് കാണാം. ആ സാന്റയൊക്കെ നിൽക്കുന്നത് കണ്ട എന്തോ ഭയങ്കര സാന്റായ. പക്ഷെ അതിനെ ഉണ്ടാക്കിയ ആൾക്ക് അതിൻ്റെ വലിപ്പത്തെക്കാട്ടിലും അതിൻ്റെ ചുവന്ന ഉടുപ്പിൻ്റെ മീറ്റർ നീളത്തെക്കാട്ടിലുമൊക്കെ അതിൻ്റെ ഫ്രെയിം എന്താണെന്നറിയാം. അതിൻ്റെ ഫ്രെയിം എന്തായിരിക്കും? ഒരു മുളങ്കമ്പായിരിക്കും. അതിൻ്റെ ഫ്രെയിം ഒരു കൊന്നത്തടിയായിരിക്കും. ഇതാണ് പറയുന്നത് ഹി നോവത്ത് അവർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഫ്ലഷിനെ ആണ് ലോകം ഒരു മനുഷ്യനെ എങ്ങനെയാണ് അളക്കുന്നതെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ്റെ ഫ്ലഷിനെ നോക്കിയാൽ മനുഷ്യൻ അവനെ അളക്കുന്നത്. അവൻ്റെ കളറിനെ നോക്കും, അവൻ്റെ ഫ്ലഷിനെ നോക്കും. പക്ഷെ ദൈവം ഒരിക്കലും അവൻ്റെ കളർ വെച്ചല്ല അവനെ അറിയുന്നത്, അവൻ്റെ ഫ്ലഷ് വെച്ചല്ല അവനെ അറിയുന്നത്. ദൈവത്തിന് അവൻ്റെ ഫ്രെയിം അറിയാം. എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഹി ക്യാൻ ബിയർ, അവൻ എന്തുമാത്രം ബിയർ ചെയ്യാൻ കഴിയും. ഇതിനകത്ത് ഒരു ആപ്പയൊക്കെ ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആപ്പെ നമ്മളൊന്ന് വിളിച്ചു, ആ ആപ്പയ്ക്കകത്ത് ചുള്ളിക്കമ്പ് കയറ്റുകയാണെങ്കിൽ അതിൻ്റെ മണ്ടവരെയും ചുള്ളിക്കമ്പ് കയറ്റാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ആപ്പയുടെ മുതലാളി സമ്മതിക്കും. പക്ഷെ നല്ല പച്ച തടിയാന്ന് 2 കഷണം കയറ്റുമ്പോഴേ ആ മനുഷ്യൻ പറയും, സാറേ ഇതെൻ്റെ ഉപജീവനം കേട്ടോ, ഇതിൽ കൂടുതൽ ഇതിൽ കയറ്റരുത്. പക്ഷെ വീട്ടുകാരൻ നോക്കുമ്പോൾ എടാ ഇതിനകത്ത് ഒരു തടിയല്ലേ കയറ്റിയുള്ളൂ, ഇനി ഇഷ്ടം പോലെ സ്ഥലം കിടക്കുമല്ലേ, കയറ്റിക്കൂടെ 2 കഷണവും കൂടെ. പക്ഷേ ആപ്പയുടെ ഫ്രെയിം എന്തുമാത്രം ഉണ്ടെന്നേ അത് ഓടിച്ചുകൊണ്ട് നടക്കുന്നവനെ അറിയത്തു. ഇതുപോലെയാ പറയുന്നത് ഹി നോവത്ത് അവർ ഫ്രെയിം. നമ്മുടെ ബലം എന്തുണ്ടെന്നും നമ്മുടെ ബലഹീനത എന്തുണ്ടെന്നും കർത്താവിന് നന്നായിട്ടറിയാം. ഹി നോവത്ത് അവർ ഫ്രെയിം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഫ്രെയിം ഏതാണെന്ന് കർത്താവിനറിയാം. അത് ഇരുമ്പാണോ, GI ആണോ, അതോ വെറും കൊന്നത്തടിയാണോ, എന്താണെന്ന് ദൈവത്തിനറിയാം. ഹി നോവത്ത് അവർ ഫ്രെയിം. നമ്മുടെ പ്രകൃതി അറിയാം. ഹൗ മച്ച് വി ക്യാൻ ബിയർ, എത്രത്തോളം സഹിക്കാൻ കഴിയും, എത്രത്തോളം വഹിപ്പാൻ കഴിയും. അതുകൊണ്ടല്ലേ 1 കൊരിന്ത്യർ 10:13 വരുമ്പോൾ അവിടെ പറയുകയാണ്, കർത്താവോ വിശ്വസ്തൻ. എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത? നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ. ആമേൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ദൈവത്തിനറിയാം നമ്മുടെ ഫ്രെയിം എത്രമാത്രം ഉണ്ടെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫ്രെയിം, നമ്മുടെ അഭിഷേകത്തിൻ്റെ ഫ്രെയിം, നമ്മുടെ സഹിഷ്ണുതയുടെ ഫ്രെയിം എത്രമാത്രം ഉണ്ടെന്ന് കർത്താവിനറിയാം. എത്ര നേരം ഇങ്ങനെ കരയാതെ പിടിച്ച് നിൽക്കാൻ കഴിയുമെന്ന്, എത്ര നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുമെന്ന്, എത്ര നേരം ഇങ്ങനെ വീഴാതൊക്കെ നിൽക്കാൻ കഴിയുമെന്ന്, എത്ര മിനിറ്റ് ഇങ്ങനെ മയങ്ങി താഴെ വീഴാതൊക്കെ നിൽക്കാൻ കഴിയുമെന്ന് ഹി നോവത്ത് അവർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി ദൈവത്തിനറിയാം. അതിന് മീതെ നേരിടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത? ഹി നോവത്ത് അവർ ഫ്രെയിം. നമ്മുടെ ഫ്രെയിമിനെ കർത്താവിനറിയാം. നമ്മുടെ അസ്ഥിബലത്തെ, നമ്മുടെ ബലഹീനതയെ കർത്താവിനറിയാം. ഹി നോവത്ത് അവർ ഫ്രെയിം. എന്നിട്ട് അടുത്തത് പറയുക, ആമേൻ, അവൻ നിങ്ങളുടെ ശക്തിക്ക് മീതെ, നിങ്ങളുടെ പ്രാപ്തിക്ക് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. അതുമാത്രമല്ല, അവൻ പരീക്ഷയോടുകൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? അവനൊരു പോക്ക് വഴിയും കൂടെ നൽകുമെന്ന്. അവനൊരു പോക്ക് വഴി നൽകാം. സ്തോത്ര. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആൻഡ് ഓൾസോ മേക്ക് എ വേ ടു എസ്കേപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ ഏതൊരു വാഹനത്തിൽ കയറിക്കോ, ഒരു ബസ്സിൽ കയറിയാൽ അതിൻ്റെ പുറകിൽ ഒരിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണാം, എമർജൻസി എക്സിറ്റ്. നിങ്ങളൊരു വിമാനത്തിൽ കയറിയാൽ അതിൻ്റെ നടുക്കെത്തുമ്പോൾ നിങ്ങൾക്കൊരു ബോക്സ്, ഒരു സ്ഥലം കാണാൻ കഴിയുക, എമർജൻസി എക്സിറ്റ്. എന്താണിതെന്നറിയാമോ? എ വേ ടു എസ്കേപ്പ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ അവസ്ഥ കർത്താവിന് അറിയാം. അവനൊരു പോക്ക് വഴി നൽകുക.
പ്രശ്നത്തിലേക്ക് കയറാൻ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങാനും ഒരു വഴിയുണ്ട്. പ്രശ്നത്തിലേക്ക് കയറാൻ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. കഷ്ടതയിലേക്ക് കയറാൻ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടതയിൽ നിന്ന് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാ. അവന് നമ്മുടെ ഫ്രെയിമിനെ അറിയാം. ഹല്ലേലൂയ. ഇതിനെ പല അളവിൽ നമുക്ക് പഠിക്കാൻ കഴിയാം. സ്തോത്ര. ഇതൊരു ഫ്രെയിം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവന് നമ്മുടെ പ്രകൃതി അറിയാം. എന്ന് പറഞ്ഞാൽ സ്തോത്ര, ഒരു ആടിൻ്റെ ഫ്രെയിം എന്തുമാത്രം ഉണ്ടെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. സ്തോത്ര. ഒരു പശുവിൻ്റെ, ഒരു കാളയുടെ ഫ്രെയിം എന്തുമാത്രം ഉണ്ടെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. ഒരു കുതിരയുടെ ഫ്രെയിം എന്തുമാത്രം ഉണ്ടെന്ന് മനുഷ്യന്, അവൻ്റെ യജമാനന് നന്നായിട്ടറിയാം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആടിൻ്റെ ചുമലിൽ സ്തോത്ര ഒരു നുകം കെട്ടിവെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. കാരണം എല്ലാ യജമാനന്മാർക്കും ആടിൻ്റെ ഫ്രെയിമിനെ അറിയാം. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞാടിൻ്റെ ഫ്രെയിമിനെ അതിൻ്റെ ഇടയനെ നന്നായിട്ടറിയാം. ആ ഫ്രെയിമിന് എത്ര മീറ്റർ നടക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് അതിന് നടക്കാനുള്ള ബലം കഴിയുന്നുടനെ ഈ ഇടയൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ആ രണ്ട് കാലിൻ്റെ ഫ്രെയിമെല്ലാം കൂടെ വളച്ചു കൂട്ടിയെടുത്ത് തൻ്റെ കൈ വെച്ചോണ്ട് പോകോ. ഇന്ന് രാത്രി നിന്റെ ബലഹീനത അറിയുന്നവനാണ് നിന്റെ ദൈവ. സ്തോത്ര. എന്നാൽ ഇതൊരു സ്മിത്തിൻ്റെ അടുക്കലേക്ക്, ഒരു ഗോൾഡ് സ്മിത്തോ, ഒരു അയൺ സ്മിത്തോ, ഒരു കോപ്പർ സ്മിത്തോ അദ്ദേഹത്തിൻ്റെയൊക്കെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓരോന്നിൻ്റെയും പ്രകൃതിയെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. സ്തോത്ര. ഓരോന്നിനും ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. നമുക്കാകെ അറിയാവുന്നത് ഏതാണെന്നറിയാമോ? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഏതാണെന്നറിയാം. സ്തോത്രം. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 എത്തിയാൽ അത് തിളയ്ക്കുമെന്നറിയാം. പക്ഷേ ഓരോ ലോഹത്തിനോ ഓരോ ബോയിലിംഗ് പോയിന്റ്. നമ്മളൊരു നല്ല സിൽവറൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിൽവറിന് തന്നെ 3 തരങ്ങളുണ്ട്. ഒന്ന് കോയിന് വേണ്ടിയുള്ള സിൽവറുണ്ട്, 2 ജുവലറിക്ക് വേണ്ടിയുള്ള സിൽവറുണ്ട്, ഇങ്ങനെ പല സിൽവറുണ്ട്. ഈ അലൂമിനിയത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 വിധത്തിൽ നമുക്ക് പ്രത്യേകമായി വേർതിരിക്കാം. ഒന്ന് അലോയി ആയിട്ട് മാറ്റുന്ന അലൂമിനിയം ഉണ്ട്, 2 സാധാ അലൂമിനിയം ഉണ്ട്, 3 വേറെ ഒരു തലത്തിലുള്ളതായ അലൂമിനിയം ഉണ്ട്. സ്തോത്ര. എമറാൾഡിലേക്കൊക്കെ മാറ്റുന്ന. അപ്പോൾ ഈ അലൂമിനിയത്തിന് തന്നെ 3 വകഭേദങ്ങളുണ്ട്. ഇങ്ങനെ സിൽവറിന് 3 വകഭേദങ്ങളുണ്ട്. ഇനി ഗോൾഡിന് വകഭേദമുണ്ട്. ഇതിനൊക്കെ ബോയിലിംഗ് പോയിന്റ് വ്യത്യാസമുണ്ട്. ഒരു സ്വർണ്ണ 24 കാരറ്റ് സ്വർണ്ണമൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണമെങ്കിൽ 1060-ലധികമായിട്ട് 1063-ലൊക്കെ ബോയിലിംഗ് പോയിന്റ് നിന്ന് കത്തിയാൽ, എന്ന് പറഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ 10 ഇരട്ടിക്കപ്പുറം നിന്ന് തിളച്ചാലേ എന്തോ പറ്റത്തുള്ളതെന്നറിയാമോ? സ്തോത്ര. സ്വർണ്ണം ഉരുക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ സിൽവറിലേക്കൊക്കെ ഒന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു 800 തുടങ്ങി 900 വരെയുള്ള റേഞ്ചിനകത്ത് നിന്ന് ഈ 3 എണ്ണത്തെ പിരിക്കാൻ കഴിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 1000 ഡിഗ്രി കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു തീക്കകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ എന്തോ പറ്റുമെന്നറിയാമോ? പിന്നൊരു സൗണ്ട് കേൾക്കുക, പിന്നെ ഒന്നും കാണത്തില്ല. എന്നാൽ സ്വർണത്തെ അതിനകത്തോട്ടിട്ടാൽ എന്തോ ആവുമെന്നറിയോ? സ്വർണ്ണം ഇങ്ങനെ നിന്ന് കത്താൻ തുടങ്ങുക. അപ്പൊ ദൈവത്തിന് എന്തറിയാ? ദൈവത്തിന് കപ്പാസിറ്റി അറിയാം. വെള്ളം തിളപ്പിക്കേണ്ട പാത്രത്തിൽ ദൈവം വെള്ളവും തിളപ്പിക്കോ, സ്വർണം തിളപ്പിക്കേണ്ട പാത്രത്തിൽ ദൈവം സ്വർണവും തിളപ്പിക്കുക, ഇരുമ്പിനെ തിളപ്പിക്കേണ്ട പാത്രത്തിൽ ദൈവം ഇരുമ്പും തിളപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കുക, കർത്താവെ ആ വെള്ളം അത്രയും തിളച്ചപ്പോൾ ഓഫ് ചെയ്തോ, എന്നിട്ട് എന്നെ എന്താ ഓഫ് ചെയ്യാത്തത്? നിന്റെ ഫ്രെയിം കർത്താവിനറിയാം, നിന്റെ പ്രകൃതി കർത്താവിനറിയാം. നീ നിന്നെ തന്നെ കരുതുന്നതിനോ യെസ് ഒരു ഇരുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളമായിട്ടോ ആയിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ ദൈവത്തിന് നിന്റെ അവസ്ഥ അറിയാം. അവൻ നമ്മുടെ അവസ്ഥ അറിഞ്ഞേ നമ്മളെ തിളപ്പിക്കത്തുള്ളൂ, അവസ്ഥ അറിഞ്ഞേ നമ്മളെ ഉരുക്കത്തുള്ളൂ. അവസ്ഥ അറിയാതെ അവൻ ഉരുക്കത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞിട്ട്, എൻ്റെ അവസ്ഥ അറിഞ്ഞേ എൻ്റെ ദൈവം എന്നെ നടത്തത്തുള്ളൂ, അവസ്ഥ അറിഞ്ഞേ അവൻ എന്നെ നടത്തത്തുള്ളൂ. എനിക്ക് എത്ര വരെ പിടിച്ചു നിൽക്കാൻ കഴിയുക, എനിക്ക് എത്ര വരെ സഹിക്കാൻ കഴിയുക, ഇതൊക്കെ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, സഹിക്കാൻ കഴിയുന്നതിന് മീതെ ഇന്ന് വരെയും ദൈവം ആർക്കും പരീക്ഷ അനുവദിച്ചിട്ടില്ല. സ്തോത്ര. അല്ല, അതിന് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പേ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, സഹിപ്പാൻ കഴിയുന്നതിന് മീതെ ആർക്കും പരീക്ഷ അനുഭവിക്കത്തില്ലെന്ന് പറയുന്നത് അതൊരു ലോക കള്ളമാണെന്ന്. 1 കൊരിന്ത്യർ 10:13 അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കരുത്, ലോക കള്ളമാണെന്ന്. ഞാൻ ആ ലേഖനം ഭയങ്കര ആവേശത്തോടെ വായിച്ചു. ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? വല്ല കൾട്ടാണോ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, നോ, ഒരു മനുഷ്യൻ്റെ കഴിവിനൊത്തവണ്ണമല്ല ദൈവം പരീക്ഷ നൽകുന്നത്, പകരം അവനിൽ പകരപ്പെടുന്ന കൃപയുടെ അളവിനൊത്തവണ്ണമാണ് അവന് പരീക്ഷ നൽകുന്നത്. ആകയാൽ എൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മേനെ ജനിപ്പിച്ചതല്ല എൻ്റെ ഫ്രെയിം, ഞാൻ പഠിച്ച സ്കൂളല്ല എൻ്റെ ഫ്രെയിം, എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ ഫ്രെയിം, എൻ്റെ
പരിചയങ്ങളല്ല എൻ്റെ ഫ്രെയിം. എൻ്റെ ഫ്രെയിം എൻ്റെ ദൈവം എനിക്ക് നൽകിയ കൃപയോ, എൻ്റെ ദൈവം എന്നിൽ പകർന്നു അഭിഷേകമോ. ആകയാൽ കൃപയുടെ അളവിനൊത്തവണ്ണം, അഭിഷേകത്തിന്റെ അളവിനൊത്തവണ്ണമേ ദൈവം പരീക്ഷകൾ അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് കഷ്ടതയുടെ രാത്രിയിൽ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വന്ന് തൻ്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൗലോസേ, നീ ഇങ്ങനെ വ്യാകുലപ്പെടാതിരി, നിന്റെ ശക്തി തീരാറായെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു വന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ 1 Corinthians 10:13 പറയുക, ശക്തിക്ക് മീതെ ഭാരം ഒന്നും വരത്തില്ലെന്ന്. പക്ഷെ ഒരു രാത്രി അതും വരുമോ? പക്ഷെ അന്നേരം തമ്പുരാൻ എന്തോ ചെയ്യുമെന്നറിയാമോ? അളവില്ലാത്ത കൃപ പകരോ. ഇന്ന് രാത്രി ശക്തിക്ക് മീതെ ഭാരം വന്നാൽ ഞാൻ നിങ്ങളും തകർന്നു പോകത്തില്ല. അവൻ നമ്മുടെ ഫ്രെയിം അറിയുന്ന ദൈവ, അവൻ നമ്മുടെ ബലഹീനത അറിയുന്ന ദൈവ. ആ ബലഹീനത അറിഞ്ഞ് അവൻ നമ്മളെ ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞത്, ബലഹീനതയിൽ കൈവിടാതെ അവൻ ചേർത്തുകൊള്ളോ. അതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കുന്നതെന്ന്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ കർത്താവ് അറിയുന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്ന നാളെ സഭാരാധന തീർന്നാലും നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് വേഗത്തിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ അറിയുന്ന ഒരു കർത്താവ്, ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുക. എന്നിട്ട് അടുത്തത് അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുക, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്, അവരോട് തുല്യരാകരുത്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്ന് പറയുകയാണ്. എന്താണ് അറിയുന്നത്? എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവ, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവ. 38-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ കുറച്ചും കൂടെ കടത്തിയാണ് ഭക്തൻ പറയുന്നത്. എന്താണെന്നറിയാമോ? കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയോ നിൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നുമില്ല. ആവശ്യകതയ്ക്ക് 2 അളവുകളാണ് അവിടെ പറയുന്നത്. 1 ആഗ്രഹം, 2 ഞരക്കം. ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്താണെന്നറിയാം, ആവശ്യകത എന്താണെന്നറിയാമോ? ആഗ്രഹങ്ങളും ഉണ്ട്, ഞരക്കങ്ങളും ഉണ്ട്. സ്തോത്ര. ഒരു 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 ഭാര്യയും ഭർത്താവോ, അവർക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കൊരു കുഞ്ഞ് വേണമെന്ന്. പക്ഷേ സമയമായിട്ടും ആ കുഞ്ഞിനെ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആഗ്രഹമല്ല, അതൊരു ഞരക്കമായി തീരോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹമായിരുന്നാല്, നിന്റെ ആവശ്യകത നിറവേറ്റപ്പെടാത്ത ഞരക്കമായിരുന്നാല്, ഈ രാത്രി എൻ്റെ യേശു അറിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു നിന്റെ ആവശ്യം അറിയുന്ന കർത്താവാണ്. ഒരു 150 രൂപയുടെ ആവശ്യമായിരുന്നാല്, 10 കോടി രൂപയുടെ കടബാധ്യതയായിരുന്നാല്, എൻ്റെ കർത്താവിന് അറിയാത്ത ഒരു ആവശ്യം നിന്റെ കയ്യിലില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ അടിവസ്ത്രത്തിൻ്റെ ശോചനീയ അവസ്ഥയായിരുന്നാല്, ഒരു വിവാഹത്തിന് ഇട്ടുകൊണ്ട് പോകാൻ വസ്ത്രമില്ലെന്നുള്ള ഒരു മാന്യതയുടെ വിഷയമായിരുന്നാൽ, എൻ്റെ ദൈവത്തിന് അത് അറിയാത്തതല്ല. ഇന്ന് രാത്രി നീ വിളിച്ചു പറ, നിന്റെ നിന്നെ അറിയുന്ന ദൈവ, നിന്റെ ആവശ്യം അറിയുന്ന ദൈവ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത സഹായകനായ ഒരു ദൈവ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത സഹായകനായ ഒരു ദൈവ? നമ്മൾ ഇന്ന് രാത്രി അത് ഏറ്റുപാടി ആരാധിക്കാൻ പോവുക. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത ഒരു സഹായകൻ എനിക്കുണ്ടെന്ന് വിളിച്ചു പറഞ്ഞോട്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്ന്, ഞങ്ങളുടെ ശബ്ദം എവിടെയെങ്കിലും ഇരുന്ന് ഇന്ന് രാത്രി കേൾക്കുന്ന ഞങ്ങളുടെ സ്നേഹിതർ സഹോദരങ്ങളോട് ഈ രാത്രി ഞങ്ങൾ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, നിന്റെ ആവശ്യം ഏതായിരുന്നാലും അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ അതിന് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അത് നിവർത്തിച്ചു തരുവാൻ ശക്തനാണ്. നിന്റെ ആവശ്യം സാമ്പത്തികമായിരിക്കട്ടെ, ഈ രാത്രി ദൈവത്തിന് അത് നിറവേറ്റുവാൻ കഴിയുക. നിന്റെ ആവശ്യകത ഒരു ബലഹീനത, ശാരീരിക വിഷയമാകട്ടെ, ഒരു സൗഖ്യമാകട്ടെ, ഇന്ന് രാത്രി കർത്താവിന് ആ സൗഖ്യത്തെ പ്രദാനം ചെയ്യുവാൻ കഴിയുക. ഇന്ന് രാത്രി നിന്റെ ആവശ്യകത നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായി, നിന്റെ തലമുറകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഇന്ന് രാത്രി കർത്താവ് അത് അറിയുന്നുണ്ട്. ഈ രാത്രി കർത്താവ് അതിനു വേണ്ടി ഇടപെടുക. എത്ര പേർ വിശ്വസിക്കുന്നു ഈ രാത്രി കർത്താവ് അതിനു വേണ്ടി ഇടപെടും? ലോകം കണ്ട മഹത്തായ രാജാവായിരുന്നു നെപ്പോളിയൻ. നെപ്പോളിയന്റെ യുദ്ധകാലങ്ങളിൽ നെപ്പോളിയന് ഭയങ്കരമായ നിർബന്ധമുണ്ടായിരുന്നു. രാത്രിയിൽ താൻ സൈന്യവുമായി പാളയമിറങ്ങുന്നിടത്ത് ഒരു കൂടാരത്തിൽ പോലും വിളക്കും വെളിച്ചവും കാണരുത്. കാരണം രാത്രിയിൽ എവിടെയെങ്കിലും ഒരു വെളിച്ചത്തിൻ്റെ തിരിവട്ടം കണ്ടാൽ ശത്രുവിന് മനസ്സിലാകും ഇവിടെ മനുഷ്യനുണ്ട് എന്ന്.
ഒരുപക്ഷെ കാട്ടുമൃഗങ്ങളായിരുന്നാലും അറിയും, ഒരുപക്ഷെ ശത്രു സൈന്യമായാലും അറിയും. നെപ്പോളിയന് രാത്രികളിൽ ഉറക്കമില്ല. ഒരു കർശന നിർദ്ദേശമാണ്, സന്ധ്യ മയങ്ങിയാൽ ഒരു ടെൻറ്റിലും വിളക്ക് കാണരുത്. പക്ഷെ ഒരു രാത്രിയിൽ നെപ്പോളിയൻ തൻ്റെ കൂടാരത്തിൽ നിന്നിറങ്ങി തൻ്റെ ക്യാമ്പ് മുഴുവൻ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് പോകുമ്പോൾ ഒരു ചെറിയ കൂടാരത്തിനകത്ത്, ഒരു ടെൻറ്റിനകത്ത് ഒരു ചെറിയ വെട്ടം കണ്ടു. നെപ്പോളിയൻ ആകെ കോപിഷ്ഠനായി. എൻ്റെ ക്യാമ്പിനകത്ത് എൻ്റെ പടയാളി എൻ്റെ വാക്കുകളെ അനുസരിക്കുന്നില്ല. നെപ്പോളിയൻ പതുക്കെ അതിനകത്ത് കയറി, ടെൻറ്റ് പൊക്കി അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഒരു മെഴുകുതിരി അണയാറായിരിക്കുന്നു. അത് കത്തുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു പടയാളി കമന്ന് കിടക്കുകയാണ്. നെപ്പോളിയന് പിന്നെയും കോപം ജനിച്ചു. എത്ര നിർവിചാരകയായ ഒരു മനുഷ്യൻ! താൻ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു തുണ്ടു പേപ്പറിൽ ചില വിഷയങ്ങൾ, ആവശ്യകതകൾ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. അതിൻ്റെ മുമ്പ് ആ പേപ്പർ മുഴുവൻ ഈ പടയാളിയുടെ കണ്ണുനീർ വീണ് നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. നെപ്പോളിയൻ ഒരു കാര്യം മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ തൻ്റെ വീടിൻ്റെ ആവശ്യകതകൾ, തൻ്റെ ഭാര്യ തന്നോട് പറഞ്ഞ ആവശ്യകതകൾ എഴുതി വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെ നിറവേറ്റുമെന്ന് ആശങ്കപ്പെട്ട് അതിൻ്റെ മുമ്പാകെ ഇരുന്ന് കരഞ്ഞ് താൻ ഉറങ്ങിപ്പോയപ്പോൾ വിളക്കൂതിക്കെടുത്താൻ താൻ മറന്നുപോയി. അതിൻ്റെ അടുത്തിരുന്ന പേനയെടുത്ത് ആ അത്രയും വിഷയങ്ങളെ വെട്ടിയിട്ട് അതിൻ്റെ താഴെ ഗ്രാൻഡഡ് ബൈ നെപ്പോളിയൻ എന്നെഴുതിയിട്ട് നെപ്പോളിയൻ ആ ടെൻറ്റിൽ നിന്ന് ആ വിളക്ക് മൂതി അണച്ചിട്ട് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് ഈ മനുഷ്യൻ ഇത് കണ്ടിട്ട് ആകെ പരിഭ്രമിച്ചു പോയി. ഹേയ്, നെപ്പോളിയൻ എൻ്റെ കൂടാരത്തിൽ വന്നു, വിളക്കണച്ചിരിക്കുന്നു, ഞാൻ ഇനിയും ഈ പടയിൽ കാണത്തില്ല, എൻ്റെ അവസാന ദിവസമായിരിക്കുമെന്ന് ഈ മനുഷ്യൻ വിറങ്ങലിച്ചുകൊണ്ട് നെപ്പോളിയൻ്റെ മുൻപാകെ കടന്നു ചെന്നു. നെപ്പോളിയൻ്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ പടയിലൊരുത്തൻ, എൻ്റെ സൈന്യത്തിലൊരുത്തൻ ഇത്രയും വേദന തിങ്ങിയായിരുന്നു താമസിച്ചിരുന്നതെന്ന്. എനിക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുമ്പോഴോ ഇത്ര ഭാരം നിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ രാത്രി നിന്റെ ടെൻറ്റിനകത്ത് വന്നപ്പോൾ നിന്റെ കണ്ണുനീർ വീണ് നനഞ്ഞ നിന്റെ ആവശ്യകതകളുടെ ലിസ്റ്റ് ഞാൻ കണ്ടോ. ഞാൻ നെപ്പോളിയൻ ആണെങ്കിൽ, ഞാൻ നിന്റെ ഭരണാധികാരിയാണെങ്കിൽ, നീ എൻ്റെ സഹപടനാണെങ്കിൽ, നീ എനിക്ക് വേണ്ടി ജീവൻ തരാൻ ഇറങ്ങി വന്നവനാണെങ്കിൽ ഞാൻ നിന്നെ കൈവിടത്തില്ല. നിന്റെ കുടുംബത്തിൻ്റെ സകല ആവശ്യകതകളോ ഞാൻ നിറവേറ്റാം. നിന്റെ ഭാര്യ പട്ടിണി കിടക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കാം. ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണെങ്കിൽ ഐ വിൽ കെയർ ഫോർ യു. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് നെപ്പോളിയനെ കുറിച്ചല്ല, നെപ്പോളിയനെ കാട്ടില്ല, ഉയരത്തിലിരിക്കുന്ന കരുണാസമ്പന്നനായ ഒരു ദൈവത്തെയാണ്. ഇന്ന് രാത്രി നിന്റെ ടെന്റിനകത്തേക്ക് ആ നെപ്പോളിയൻ അല്ല, ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്തേക്ക് ആ യേശു എന്ന രാജാതിരാജാവ് ഇറങ്ങി വരികയാ. നിന്റെ കണ്ണുനീര് വീണ ആവശ്യങ്ങളുടെ മുകളിൽ അവനൊരു വരച്ച് എഴുതുകയാണ്, ഗ്രാൻഡഡ് ഫ്രം ഹെവൻ. സ്വർഗം അത് സാധിപ്പിച്ചു തരികയാ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രി നിന്റെ ആവശ്യകതകൾ ഏതാകട്ടെ, ഈ രാത്രി യേശു ഇറങ്ങി വരുന്ന രാത്രിയാ. ഈ രാത്രി സ്വർഗം ഇറങ്ങി വരുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ ആവശ്യകതകൾ ഏതായിരുന്നാലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവം അതിനൊരു വിടുതൽ, ദൈവം അതിനൊരു മറുപടി തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചത് എൻ്റെ മനോബോധത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളല്ല, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാകൊണ്ട്. ആകാശവും ഭൂമിയും മാറിയാലോ മാറാത്ത ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവ ശക്തിയാകുന്ന ദൈവത്തിന്റെ വചനമാകുന്നുവെന്ന്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരിക്കാം, പക്ഷേ വിശ്വസിക്കുന്നവർക്ക് ദൈവ ശക്തിയാകുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് കരമടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ.